ഒന്നോളൂ. ഇതാരെ നമസ്കാരം. കല്യാണം കഴിച്ചിട്ടുള്ളത് മാലിയിലാണ്. എനിക്ക് 2 കുട്ടികളാണ്. അപ്പൊ ഇവരുടെ പാസ്പോർട്ട് വന്നിട്ട് മാലി പാസ്പോർട്ടാണ്. അപ്പൊ ഇവരുടെ പാസ്പോർട്ട് വന്നിട്ട് 3 വർഷം നമുക്ക് പുതുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് വിസ ഉണ്ടായിരുന്നു 2028 വരെ. അപ്പൊ അത് കാരണത്തിന് എനിക്ക് പാസ്പോർട്ട് പുതുക്കുന്ന കാര്യം എനിക്ക് അറിയത്തില്ല. അത് അങ്ങനെ ഇവർക്ക് FR ഓഫീസിൽ നിന്ന് എനിക്ക് 6 ലക്ഷം രൂപ പിഴ തന്നിട്ടുണ്ട് ഇത് അടയ്ക്കാനായിട്ട് സാർ. അപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് നിങ്ങൾ 40,000 രൂപ അടച്ചാൽ മതി എന്ന് പറഞ്ഞാണ് അവർ ഇത് OC കാർഡ് തരാമെന്നൊക്കെ പറഞ്ഞാൽ വിളിച്ചത്. പിന്നെ അവർ പറയുന്നത് ഇല്ല നിങ്ങൾക്ക് ഇതാരാ പറഞ്ഞത്? FR ഓഫീസ് എന്നാണ് പറഞ്ഞത്. നമ്മുടെ അപ്പം ഞാൻ പറഞ്ഞു 2 കുട്ടിക്ക് 50,000 രൂപ ഞാൻ 1 ലക്ഷം രൂപ ഞാൻ അടയ്ക്കാൻ സാറേന്ന് പറഞ്ഞു. പക്ഷെ അവരത് റിക്വസ്റ്റ് ചെയ്തിട്ട് 2 ദിവസം കയ്യിൽ വെച്ചിട്ട് പിന്നെ അവർ പറയുന്നത് ക്ലിയർ അല്ല. പാസ്പോർട്ട് എക്സ്പയർ ചെയ്തു. പാസ്പോർട്ട് പക്ഷെ പാസ്പോർട്ട് എന്നിട്ട് പുതുക്കി ഞങ്ങൾ. അത് എഴുതിയില്ലല്ലോ. അൺഎബിൾ ടു റിന്യൂ പാസ്പോർട്ട് അല്ലേ എഴുതിക്കുന്നത്? ഇല്ല, പാസ്പോർട്ടൊക്കെ പുതുക്കി ഞങ്ങൾ പുതിയ പാസ്പോർട്ട് റിന്യൂ 25. അതെ. ഈ FR ആണ് ഈ പെനൽറ്റി. ഓക്കെ, ഞാൻ സംസാരിക്കാം. ഇന്ത്യൻ സിറ്റിസൺ ആക്കാൻ താല്പര്യമുണ്ട്. കാരണം ഇവിടെ ജനിച്ച് ഇവിടെ വളർന്ന് പഠിച്ചതൊക്കെ അതൊരു പ്രോസസ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പാരി പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അവർ ക്യാൻസൽ ചെയ്ത് തരാന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആവാം. പക്ഷെ ഞങ്ങൾ ഈ പെനാൽറ്റി കിടക്കുന്നത് കൊണ്ട് ഞാൻ സംസാരിക്കാം. FR കൊണ്ട് സംസാരിക്കണം. ഇത് വേവ് ചെയ്യാനൊരു പ്രാധാന്യം. നമസ്കാരം. കാല് വയ്യേ? എന്താ എന്തോ എന്താ പറയും? എന്താന്ന് പറയും? എന്താണ് ബാങ്കിന്റെ ഇഷ്യൂ? ഏതാ ബാങ്ക്? കേരള ഗ്രാമീണ ബാങ്ക്. ഗവൺമെന്റിന്റെ ബാങ്ക് അല്ലേ ഇത്? കേരള ഗവൺമെന്റ് ബാങ്കാണ്. ശരി, ഇന്നും തണ്ട. ഇത് ഒറിജിനൽ വെച്ചോളെ. ഞാൻ നോക്കാം. അല്ല, ഞാൻ സംസാരിക്കാം. ഇതിപ്പോ കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ ബാങ്കാണ്. അപ്പോ ഞാൻ പറഞ്ഞാൽ കേൾക്കുമാറില്ല. ഞങ്ങൾ സംസാരിക്കാം. ഓക്കെ. എന്താ പേര്? എന്തോ? എവിടെ താമസം? പാലോട്. പാലോട് എന്ന് പറഞ്ഞാൽ ഏതാ ജില്ല? ഏതാ? നോർത്തല്ലേ? രഞ്ജിയോട് നോട്ട് ചെയ്ത് പറഞ്ഞു. രഞ്ജി ഒന്ന് പോയി കാണണം. ജില്ലാ ടീമൊന്ന് പോയി കാണണം, സഹായിക്കണം. എന്നിട്ട് ഇതിന്റെ കോപ്പി ഒന്ന് അവര് എത്തിപ്പിച്ച് ഇപ്പൊ പറഞ്ഞാൽ മതി. എന്നിട്ട് ഒന്ന് പോയി കാണണം. അവിടെ പോയി കാണണം, അത് സഹായിക്കണം എന്ന് പറയാം. ശരി. അല്ല, ഞങ്ങൾ ഉണ്ടാവുണ്ടോ? ഞങ്ങളുടെ പാർട്ടിക്കാരുണ്ടാവും, കൂടെ ഉണ്ടാവും. പേടിക്കണ്ട, വന്ന് സംസാരിക്കും. എന്നിട്ട് ഞാൻ നോക്കാം. ഇത് ഞങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ഞങ്ങൾ ചെയ്യാം. മനസ്സിലായി? ഇനിയിപ്പോ മാത്രമുണ്ടെന്ന് പറയണ്ട. ഞങ്ങളുടെ ആൾക്കാരുണ്ട്, പ്രവർത്തകരുണ്ട്. ഓക്കെ, ഞങ്ങളുണ്ട്, കൂടെ ഉണ്ട്. ഓക്കെ. നോർത്തിന്റെ ടീമിനോട് പറഞ്ഞേ, എന്റെ പേരെടുത്ത് പറഞ്ഞേ, ഒന്ന് പോയി കാണണം. അങ്ങനെ തന്നെ അമിത്ഷാജിക്ക് ലെറ്റർ തരികയും എന്റെ CAT കോടതി ഓർഡർ പ്രകാരം ഹോം മിനിസ്ട്രി എൻക്വയറി നടത്തുമെന്നാണ് സാർ നമുക്കിതായി ജഡ്ജിമെന്റിലുള്ളത്. പക്ഷെ ഇപ്പം അവർ ഹോം മിനിസ്ട്രിയിൽ ചെന്ന പേപ്പർ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിലോട്ട് വിടുകയും അങ്ങനെ അവിടെ നിന്ന് ഇപ്പൊ തിരിച്ച് അവർ ഈ പ്രൊസീജിയർ ചെയ്യാൻ പറ്റില്ലെന്ന് അവർ പറയുകയും അവർ തിരിച്ച് വീണ്ടും ഹോം മിനിസ്ട്രിയിൽ പേപ്പർ അയക്കുകയും ഇപ്പം DOPT നിൽക്കുന്നു സാർ. കഴിഞ്ഞ സാർ DOPT എനിക്ക് അവസരം തരുന്നില്ല സാർ. എനിക്ക് DOPT ലെറ്റർ ഇത് എൻക്ലോസ് ചെയ്തൊരു ലെറ്റർ തരും. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, പാർട്ടി എന്ത് ചെയ്യണമെന്ന്, എന്താ സഹായിക്കുന്ന, എന്താ സഹായം ആവശ്യമെന്ന് ഒരു ലെറ്റർ തരും. എന്റെ ഒരു അഭിപ്രായം കൂടെ പറയുന്നതിനുള്ളൊരു സാഹചര്യം എനിക്ക് തന്നോ? ഓക്കെ, ശരി. എനിക്കിപ്പോ ഇവരെല്ലാം കാണാം. അവിടെ മീറ്റിംഗ് ഉണ്ടല്ലോ. ഒരു നമസ്കാരം. നോർത്ത് പറവൂരിനാണ് സ്കൂളിന്റെ MCCയുടെ ക്യാൻസലേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നാണ്. സുരക്ഷ സാറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് ശരി.
അവിടെ NCC ക്യാൻസൽ ചെയ്തോ? ക്യാൻസൽ ചെയ്ത് ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ടീച്ചറാണോ അവിടെ? 3 ടീച്ചറാണ്. ഈ സ്കൂളിലാണോ? ഈ ഗവൺമെന്റ് സ്കൂളാണോ അത്? ഏത് സ്കൂളാണ്? നമ്മളൊരു 24 കുട്ടികളുടെ. ശരി, ഞാൻ സംസാരിക്കാം. ഇത് NCCയോട് സംസാരിക്കണ്ടേ അല്ലേ? അതെന്താ ക്യാൻസൽ ചെയ്ത്? ക്യാൻസൽ ചെയ്ത് അവർ ക്യാമ്പിന് ഒരു അവസരം കൊടുത്തില്ല എന്നുള്ളൊരു കാരണമൊക്കെ പറഞ്ഞിട്ടാണ് ക്യാൻസൽ ചെയ്തത്. ശരി, ഇത് NCC അപ്പോൾ സാറേ ഇതൊന്ന് ഞാൻ നോക്കാം, ഞാനത് സംസാരിക്കാം. ഫോളോ അപ്പ് ചെയ്താൽ മതി, ഹെൽപ്പ് ഡെസ്ക് വഴി ഫോളോ അപ്പ് ചെയ്താൽ മതി. നമസ്കാരം. തൃശ്ശൂർ വെച്ചിട്ടുണ്ടായിരുന്നു സാറേ. ഓ, എന്താ പറയും? എന്താ പറയും? തിരിച്ചറിയാൻ പുറത്തായിട്ട് തിരിച്ചെടുക്കാൻ എന്നിട്ട് എന്തായി? അതൊന്നും ഡോക്യുമെന്റ്സ് ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. സത്യജാനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ എഴുതിയിരുന്നല്ലോ, അവരോട് പറഞ്ഞല്ലേ ഞാൻ. ജഡ്ജിമെന്റ് ഒക്കെ എത്തിയിട്ടുണ്ട് കോടതിയിൽ. എവിടെ ലേബർ കമ്മീഷൻ ലെറ്റർ? എവിടെ? ഒരു സെറ്റായിട്ട് സത്യനോട് പോയി ഒരു കംപ്ലീറ്റ് സെറ്റായിട്ട് ഇവിടെ കൊടുക്കുക. ഞങ്ങൾ ട്രൈ ചെയ്യാം. ഹെൽത്ത് മിനിസ്റ്ററോട് സംസാരിക്കാം. ഓക്കെ, സെറ്റായിട്ട് ഈ കവറിംഗ് ലെറ്ററും അതിൻ്റെ ഒപ്പം ലേബർ കമ്മീഷൻ ലെറ്ററും. ശരി, നോക്കിയോ? വരൂ വരൂ വരൂ. നമസ്കാരം. നമസ്കാരം. പാരാലിമ്പിക് റൈഫിൾ ഷൂട്ടറാണ്. ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റാണ്. വെരി ഗുഡ്. വിജയ്ക്ക് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. വിജയ് 2 പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. നമുക്ക് കേരളത്തില് സ്പോർട്സ് പോളിസി ഇല്ല. അപ്പോൾ നമുക്ക് സ്പോർട്സ് പോളിസിയിൽ ജസ്റ്റ് റെക്കമെൻഡേഷൻ പോലെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എത്ര ക്യാഷ് അവാർഡ്സ് എന്നൊക്കെ അവര് ക്യാബിനറ്റിൽ വെച്ചിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഈ ഇപ്പോ മറ്റുള്ളത് 25 lakhs കൊടുത്തിട്ട് പാരാത്ലീറ്റ് 2 lakhs എന്ന് പറഞ്ഞ എനിക്ക് ഇത് വന്നപ്പോൾ ഞാൻ അത് വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ഇത് ഒന്ന് ഇത് ചെയ്യേണ്ട കാര്യമാണത്. 50 ലക്ഷമൊക്കെയാണ് കൊടുക്കുന്നത്. നമ്മൾ 25 lakhs കൊടുക്കുന്നത്. ഇവിടെ ശമ്പളം എല്ലാം കൊടുക്കാൻ കാശില്ലാത്ത കേരളക്കാരനായി ജനിച്ചു പോയി. അതാണ് ഏറ്റവും വലിയ തെറ്റ്. അത് ശരിയാ. അത് അങ്ങനെ കുറെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതില് സാറ് നേരത്തെ ഇലക്ഷൻ ചെയ്തപ്പോഴത്തേക്കും പുള്ളി ഇതില് വർക്ക് ചെയ്യാനൊക്കെ ഇറങ്ങിയാണ്. അപ്പൊ ആ ഇറങ്ങിയത് കൊണ്ട് ആ ഒരു നീരസവും കൂടെ അവരിലുണ്ട്. ഇപ്പൊ ഞാൻ നോക്കട്ടെ, സെൻട്രൽ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അതിന്റെ അപ്പുറം നമ്മൾ പുതിയ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവരിക, അതെല്ലാം മാറ്റാം. ഞങ്ങൾ മാനിഫെസ്റ്റോയുടെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ടച്ചിലാണ്. വെരി ഗുഡ്. ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾ 100% പിന്തുണയുണ്ട്, സപ്പോർട്ട് ചെയ്യും. ഓക്കെ. 2-3 പ്രാവശ്യം വന്നായിരുന്നു. നമുക്ക് ഈ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാണാം. പക്ഷെ അതിന് ഞാനൊരു ഉറപ്പ് തരുന്നു, ഞങ്ങളൊരു ഫുൾ സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, ശരി. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. നിങ്ങളൊന്നും ഇവിടെ ആരും ശരി, ആരും ഒപ്പം വന്നതല്ലേ? നമസ്കാരം. നമസ്കാരം. എനിക്കറിയോ സാറല്ലേ. നമസ്കാരം. നമസ്കാരം. പറയൂ. നമസ്കാരം. എന്തോ അമ്പലത്തിലെ സ്നാനിയാണ്. 20-30 years ആയിട്ട് ബാങ്കിലാണ്, ഇന്ത്യൻ ബാങ്ക്. അവിടെ നിന്ന് ഇറങ്ങി 2002 റിട്ടയറായി. റിട്ടയറല്ല, ആക്ച്വലി VRS ആണ് എടുക്കേണ്ടിയിരുന്നത് 2002. ആ സമയത്ത് VRS അവർ റിസൈൻ എന്നുള്ള ഇതിലാണ് അക്സെപ്റ്റ് ചെയ്തത്. സോ ഇന്ന് വരെ 24 years ആയിട്ട് പെൻഷൻ, നോ പെൻഷൻ, ഒരു തരത്തിലുള്ള അവിടെ നിന്ന് ഒരു രീതിയിലുള്ള
കോൺട്രിബ്യൂഷൻസ് ഒന്നുമില്ല. ഇറങ്ങുമ്പോൾ മാത്രം അച്ഛൻ്റെ PF-ന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇത്ര 3 ലക്ഷം അത് കിട്ടും. ഇവിടെ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ പെൻഷൻ ബില്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഞാൻ പെൻഷൻ ഓപ്റ്റ് ചെയ്ത പെൻഷനും ഇല്ല, കോൺട്രിബ്യൂഷൻ ലാസ്റ്റ് 40 years still it is there. അവിടെ തന്നെ ഉണ്ട്. പെൻഷൻ ഫണ്ടിൽ ഇരിക്കുക കഴിഞ്ഞ മാസം 25 lakhs എന്ത് ചോദിച്ചിട്ട് അവർ സെൻഡ് ചെയ്തു. മെയിലൊക്കെ അയച്ചു. PM-ന് വെച്ചാൽ അത് തന്നെ അവർക്ക് അയച്ചു. അവരുടെ റിപ്ലൈ മെയിൽ പോസിബിൾ അല്ല. ഇത് PM അയച്ച കോപ്പിയാണ്. അതിൻ്റെ എൻക്ലോഷേഴ്സ് ഫുൾ എൻക്ലോഷേഴ്സും അച്ഛൻ കെയർ ചെയ്ത മൂലമുള്ള ഫുൾ അല്ല പെൻഷൻ ഓപ്റ്റ് ആണെന്നുള്ള ഏതോ എൻക്ലോഷേഴ്സ് അതിൻ്റെ കോപ്പീസ് ഫുൾ കോപ്പീസ്. അതിപ്പോൾ 78 ആയി. അപ്പോൾ ഒന്നും കിട്ടുന്നില്ല എൻ്റെ ബാങ്ക്. ശാന്തി ലാസ്റ്റ് 20 years ഒക്കെ പൂജാരിയാണ്. അതെങ്ങനെയാ അത് മനസ്സിലാവുന്നില്ല. അതെങ്ങനെയാ അത് നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അവർ പറയുന്നത് നിങ്ങൾ PF ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നില്ല. PF പെൻഷൻ ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്തിനാ എങ്ങനെ എഴുതിയത്? ഐ എം റിസൈനിങ് ആരുടെ അഡ്വൈസ് ഉണ്ടാകുന്നത് എങ്ങനെ? അതുപോലെ ഹോസ്പിറ്റലിൽ അന്നത്തെ ഇതിൽ ചെയ്തതാണ്. അത് ഇത്രയും ഒരു അല്ല, എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്താണ് പ്രോസസ്? അല്ല, ഇതിന്റെ ഗ്രൗണ്ട്സ് എന്താ? ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എന്ത് ഗ്രൗണ്ട്സിലാണ് ഇപ്പോൾ ഈ റിസൈൻ ചെയ്താൽ യു ആർ ഫോർ ഗോയിങ് യുവർ റൈറ്റ്സ്. അപ്പോൾ അതിന് ലീഗൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ ചോദിക്കാം, നോ ഇഷ്യൂ. FM-നോട് ചോദിക്കാം. FM അത് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഏതൊരു ബ്യൂറോക്രാറ്റാണ്. അത് റൂൾസ് നോക്കുക, അവർ റൂൾസ് നോക്കും. റൂൾ പ്രകാരം എന്ത് ചെയ്യാൻ പറ്റുന്നൊന്നും പഠിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അത് റിസൈൻ ചെയ്യുന്ന മുമ്പ് പെൻഷൻ ഓപ്ഷൻ കൊടുത്തു. രജിസ്റ്റർ ആയി എനിക്ക് ഇൻഫർമേഷൻ കിട്ടും. അതുണ്ട്, പെൻഷൻ ഓപ്റ്റി ആണ്. I was a pension optee at the time of resignation from the service. അപ്പോൾ 29 yearsന്റെ എലിജിബിൾ പെൻഷൻ കിട്ടണം മിനിമം. അത് കിട്ടുന്നില്ല. അത് എന്ത് ഗ്രൗണ്ട്സിൽ കിട്ടുന്നില്ല? ഇപ്പൊ PF ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ PF നിങ്ങൾ പറഞ്ഞിട്ടാണ് പെൻഷൻ ഓപ്റ്റ് ചെയ്തത്. ഇപ്പൊ PF ഓപ്റ്റ് ചെയ്താൽ കിട്ടും. ശരിയാ, നോക്കട്ടെ. ഇതൊരു കവർ ലെറ്റർ ആയിട്ട് FM-ന് അയക്കണം. ഇതൊരു കമ്പാഷനറ്റ് കേസുമാണ്. പിന്നെ ഇതിൽ അക്കോർഡിംഗ് ടു മീ മെറിറ്റ്സും ഉണ്ട്. ഞാൻ ഇടാം. ഓക്കെ, ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. ഇവിടെ എൻ്റെ സ്റ്റേറ്റസ് എന്താണെന്ന് ഫോളോ അപ്പ് ചെയ്തിട്ട് പറഞ്ഞാൽ കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ചെയ്തോളാം. നമസ്കാരം. ആരാ? ഇന്റർനാഷണൽ ട്രാംപോലിൻ. ശരി. ഓ, സൂപ്പർ സൂപ്പർ. എന്താ പേര്? അൻവിത. പറയാൻ ഇരിക്കും എല്ലാവരും ഇരിക്കും. ഇന്റർനാഷണൽ കളിച്ചു ഓ, ഓൾറെഡി. കേരളത്തിന് ആദ്യമായിട്ടാണ് ഒരു ലേഡി പോകുന്നത് ഇന്റർനാഷണൽ കളിക്കാൻ. വെരി ഗുഡ്. അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. കഴിഞ്ഞ വർഷം വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു സ്പെയിനിൽ വെച്ച്. അപ്പോൾ അതിൽ ഇന്ത്യൻ ടീം വിട്ടില്ല. കാര്യം നമ്മൾ കഴിഞ്ഞ 2 വർഷം ഇന്റർനാഷണൽ കളിച്ചു. കഴിഞ്ഞ 3ാമത്തെ വർഷമുള്ള ചാൻസ് നഷ്ടപ്പെട്ടു. കാര്യം ഇന്റർനാഷണൽ ക്രൈറ്റീരിയ ക്വാളിഫൈ ചെയ്ത 32 പിള്ളേർ അവസരം. ശരി. അപ്പോൾ ട്രാംപോലിൻ ടീം പുറത്ത് ഇന്റർനാഷണൽ ടൂർണമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കഴിഞ്ഞ വർഷം വിട്ടില്ല. അപ്പൊ ഇനി അത് നടക്കണം എന്നാണ് പറഞ്ഞത്. ഈ വർഷം ശരി, ഞാൻ സംസാരിക്കാം. ഈ വർഷം ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. ഏത് കൊല്ലം? ഈ വർഷം ഒക്ടോബർ. അപ്പൊ സെപ്റ്റംബർ ഒക്ടോബർ ഏഷ്യൻ ഗെയിംസിൽ ഈ ട്രാംപോലിൻ ടീം പങ്കെടുക്കണം എന്ന് ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ്. ഞങ്ങള് കേരളത്തിന് കുട്ടിയുണ്ട്, ആ ടീമിൽ ഭാഗമാവണമെന്ന് ഒരു ലെറ്റർ നമ്മൾ മൻസുഖ് മാണ്ഡവ്യജിക്ക് അയക്കാം. അല്ല, മനസ്സിലായി. അത് ഞാൻ നോക്കി വേണം. ഓക്കെ. അസോസിയേഷൻ ഇപ്പൊ നിലവില് അംഗീകാരമില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. അവർ ഇലക്ഷൻ നടത്താണ്ട് ഉള്ളതിനെ വെച്ച് അസോസിയേഷൻ എവിടെ? എന്താണ് അസോസിയേഷൻ? രാജേഷ് സാർ. അല്ല, അസോസിയേഷന്റെ പേരെന്താ? ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ജിംനാസ്റ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യന്റെ ആരാണ് പ്രസിഡന്റ്? അപ്പൊ അവർക്ക് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ അംഗീകാരം. ശരി, ഞാൻ പഠിക്കട്ടെ, ഞാൻ സംസാരിക്കാം. ഓ, പിന്നെ 100%. നമ്മളെ കുട്ടിയല്ലേ? എവിടെയാ താമസം? ഇവിടെ വെള്ളയാമ്പലം. 2ാം ക്ലാസ് തൊട്ട് തുടങ്ങിയതാണ്. ഞാൻ ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ നോക്കാം. ഓ, വരൂ. എന്തോ
എന്താ ഇദ്ദേഹത്തിന്റെ മകൻ ഇതാണ് എന്താണ് BSc പഠിക്കുകയായിരുന്നു. BCA. ആ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ വന്നപ്പോഴും ഒരു ആക്സിഡന്റ് പെട്ട് അദ്ദേഹത്തിന് കൂടെ ഫിക്സ് വരുന്നു. ഇപ്പോഴും ഫിക്സിന്റെ ട്രീറ്റ്മെന്റ് നടന്നു. അപ്പം അവിടെ സർട്ടിഫിക്കറ്റ് മാറ്റി ഡോക്യുമെന്റെല്ലാം അവിടെ കോളേജിലായിപ്പോയി. അവിടെ പഠിക്കുന്നതിന് അദ്ദേഹത്തിന് സാധ്യത കൂടെ ഫിക്സ് വരുന്നതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് ഉണ്ടാക്കിയത്. അതുപോലെ ആ സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് അടയ്ക്കണമെന്നുള്ളതാണ് പറയുന്നത്. ആരാണ് ഈ ശമ്പളം എവിടെയത്? സ്ഥലം എവിടെ? ബാംഗ്ലൂരോ? ശരി, സംസാരിക്കാം. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ടോ അതിൽ എന്താ? കോഴ്സ് എൻ്റെ മുഴുവൻ ഫീസ് ഒതുക്കിയാൽ മാത്രമേ സർട്ടിഫിക്കറ്റ് തരാൻ കഴിയൂ എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് എന്താ വേണ്ടത്? പൈസ കൊടുക്കുക, സർട്ടിഫിക്കറ്റാണ് ആവശ്യം. എന്ത് സർട്ടിഫിക്കറ്റ്? കഴിഞ്ഞിട്ടില്ല, കോഴ്സ് കഴിഞ്ഞിട്ടില്ല. കോഴ്സിന്റെ അല്ല, SLC ബുക്കും പ്ലസ് ടുവിന്റെ എല്ലാം ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതാണ് ആവശ്യം. ഓ, അത് ഭയങ്കര മിസ്റ്റേക്കാണ്. അതൊന്നും ചെയ്യാൻ പാടില്ല. അത് നന്ദീഷിന് കൊടുക്കുക, നന്ദീഷ് സംസാരിക്കുക. അത് അവർ ചെയ്തില്ലെങ്കിൽ വേറൊരു വഴി കണ്ടുപിടിക്കാം. അല്ല, അപ്പോൾ ഞാൻ ചോദിക്കാം, സർട്ടിഫിക്കറ്റ് മണിക്ക് കിട്ടണം, ഒറിജിനൽ. അതല്ലേ വേണ്ട? മനസ്സിലായില്ലേ? ഡൺ. അതെ, അറിയാം. നമസ്കാരം. ശരി, ഞാൻ നോക്കാം. ഇവിടെ ഫോളോ അപ്പ് ചെയ്താൽ മതിയേ. നോക്കൂ, ഇവിടെ ഫോളോ അപ്പ് ചെയ്താൽ മതി. ഇവിടെ ഫോളോ അപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് ഓക്കെ പറയും. പ്രധാനമന്ത്രി മത്സ്യസമ്പാദന യോജന വഴി ഒരു പദ്ധതി ഇദ്ദേഹത്തിന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ലോൺ കൊടുക്കുന്നുണ്ട്. ഇരുന്നോളൂ ഇരിക്കാൻ കസേരയില്ല. അല്ല, ഇരുന്നോ. ബാങ്ക് വഴി ലോൺ കൊടുക്കുന്നുണ്ട്. 30 ലക്ഷം രൂപ വരെയൊക്കെ ഉണ്ട്. അതെ. പക്ഷേ ഇദ്ദേഹം അതിനെ സമീപിച്ചപ്പോൾ ബാങ്കുകാർ തയ്യാറാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവർ പ്രോജക്റ്റ് വെക്കേണ്ടത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റാണ്. അവർ പറയുന്ന ഇത്തരത്തിൽ ഒരു പദ്ധതി ഇല്ല. എന്ത് പദ്ധതിയില്ല? PM മത്സ്യ സമ്പദ. ഒരു വർഷം ആര് പറഞ്ഞു? 9 മാസം കൊണ്ട് കയറി അല്ല, ആര് പറഞ്ഞു? ഇത് ഈ സ്റ്റേറ്റിന്റെ, സംസ്ഥാനത്തിന്റെ. അത് കറക്റ്റ്. അവര് പറയില്ലല്ലോ. കറക്റ്റ്. അല്ല, അതിപ്പോ എന്ത് ചെയ്യാനാ? അവര് ചവിട്ടി വെച്ചിരിക്കുന്നത് എല്ലാം ഇൻഷുറൻസ് ചവിട്ടി വെക്കുന്നു, വീടിന്റെ പദ്ധതി ചവിട്ടി വെക്കുന്നു. അല്ല, ഇത് നമുക്ക് ആലോചിക്കണം, ഇത് എങ്ങനെ ചെയ്യണമെന്ന്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് നോട്ട് ചെയ്തിട്ട് ഇതൊരു കോപ്പി കുര്യഞ്ചിക്ക് അയക്കുക. എന്നിട്ട് ഞാൻ കുര്യഞ്ചി നാളെ സംസാരിക്കാം. വേറെ വഴി എന്തെങ്കിലും ഉണ്ടോ നമ്മൾ കണ്ടുപിടിക്കാൻ. അത് കറക്റ്റ്. അത് തരൂല്ല. ഇനിയിപ്പോൾ അത് കിട്ടിയാൽ നമുക്ക് വോട്ട് ഇങ്ങോട്ട് BJP വരുന്ന പോലെ. അല്ലല്ല, അവര് അതുകൊണ്ടാണ് സമ്മതിക്കാറ്. ശരി, ഞാൻ നോക്കട്ടെ. ഞാൻ ഇത് പരിശോധിച്ചിട്ട് മുതലപ്പുഴയായിട്ട് ബന്ധപ്പെട്ട് എന്തോ നമ്മുടെ 177 കോടിയുടെ പ്രോജക്റ്റ് വെച്ചിരുന്നു മുതലപ്പുഴ. അതെ. പക്ഷെ ആ പ്രോജക്റ്റ് ഇപ്പോൾ അത് റണ്ണിങ് ആണെന്ന് വെച്ചാൽ പേരിന് വേണ്ടി മാത്രമാണ്, ഇതായിട്ടില്ല. അത് കറക്റ്റാണ്. മാത്രമല്ല ഇവര് ഇപ്പൊ ഈ ചെയ്യുന്ന പണി അത് വീണ്ടും പ്രശ്നങ്ങളിലോട്ട് പോകും. പിന്നെ ആളുകൾ ഇതെല്ലാം അറിയാം. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സർക്കാർ മാറ്റണം. വേറെന്ത് വഴിയാ? അല്ല, ഞാൻ വരാം. ഇത് മുതലക്കുഴി സൈറ്റ് വിസിറ്റ് ചെയ്യണം. ഞാൻ വരാം. അതെ. ഞാൻ അവിടെ പോകും. ഐ ഷുഡ് വിസിറ്റ്. ശരി. നമസ്കാരം. ട്രാൻസ്ഫർ വേണ്ടിയിട്ട് വന്നതാണ്. ഈ മാസം 2-ാം തീയതി കഴിഞ്ഞ സർവേയിൽ എല്ലാ ഡീറ്റെയിൽസും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോള് തിരുവനന്തപുരം RRB ആണ് എഴുതിയത്. പോസ്റ്റ് ചെയ്തേക്കുന്നത് സേലത്തേക്കായിരുന്നു. 7 വർഷമായി. ഒരു കുഞ്ഞു മോളുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് ബൈപ്പാസും. അപ്പോൾ മോളിപ്പോൾ സേലം ഡിവിഷനിലാണ്. സേലം ഡിവിഷനിൽ തിരുവനന്തപുരത്തേക്ക് മാറ്റണം. എറണാകുളത്തേക്ക് മാറ്റണം എനിക്ക്. എറണാകുളം അല്ല, ഇത് തിരുവനന്തപുരത്താണ് എഴുതിയത്. തിരുവനന്തപുരം ഡിവിഷനിലാണ്. She was selected through the Trivandrum RRBs, appointed in Salem, comes under Chennai. അല്ല, എവിടെ എഴുതിയിരിക്കുന്നത്? ഫെസിലിറ്റേറ്റിംഗ് ടു സദേൺ റെയിൽവേ ട്രിവാൻഡ്രം ഡിവിഷൻ, പ്രിഫറബിളി ടു എറണാകുളം ഡിപ്പോ. ശരി, ഇത് അയച്ചോ? ഞാൻ 2-ാം തീയതി അയച്ചിട്ടില്ല. 2-ാം തീയതി ഞാൻ അയക്കാം. ഓ, ഞാൻ അയക്കാം. ഇത് അശ്വിനി വൈഷ്ണവിൻ്റെ ഓഫീസേ. ഇത് കഴിഞ്ഞിട്ട് വിനോദിൻ്റെ ഒപ്പം ഇരുന്നിട്ട്
PMI വീടിന് എഗ്രിമെന്റ് വെച്ചിട്ട് 1.5 വർഷമാകാറായി. 2 മാസം മുമ്പ് അക്കൗണ്ടിൽ പൈസ വേണമെന്ന് പറഞ്ഞത്. പൈസ വേണമെന്നുള്ള പറയും 2 മാസം. അപ്പോൾ 1.5 വർഷമായിട്ട് കാണാപ്പന്ത് ബ്ലോക്കിൽ അന്വേഷിച്ചു. വേറെ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കൊടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. എന്ത് തട്ടിപ്പ്! ഇവര് എത്ര നുണ പറഞ്ഞിട്ടാണ് ജീവിക്കുന്നത്? പഞ്ചായത്തിൽ 190. എവിടെ? ഏത് പഞ്ചായത്ത് അത്? ഇത് ഒറ്റശ്ശേരികളും പഞ്ചായത്ത്. ഒറ്റശ്ശേരികളും പഞ്ചായത്ത്. അത് ഏതാ ജില്ല? ഇവിടെ സൗത്താ? 190 പേര് നമ്മളെ പഞ്ചായത്തിൽ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. ഇത് ബിജു കണ്ടിട്ടുണ്ടോ? അല്ല, ഒന്ന് ബിജുവോട് ഒന്ന് അവിടെ പോയിട്ട് ഒന്ന് അവിടെ സംസാരിക്കാൻ പറയൂ. എന്തുകൊണ്ട് സെന്ററിൽ നിന്ന് കാശ് വരുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളെ പാർട്ടിയിൽ നിന്ന് അത് പോയിട്ട് അന്വേഷിക്കുക. എന്നിട്ട് ഇനി എന്നോട് പറയാം എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്. മനസ്സിലായില്ലേ? സഹായിക്കണം, പാർട്ടി സഹായിക്കണം എന്നാണ്. ഓക്കെ, മനസ്സിലായി? അതിനുവേണ്ടിയല്ലേ നരേന്ദ്രമോദിജി PM ആവശ്യം. നോക്കാം. ഓക്കെ, ബിജുവോട് പറഞ്ഞേ. ഞാൻ പറഞ്ഞു. എന്താ നിങ്ങൾ തങ്ങളെ പേരെന്താ? അവരുടെ പേരെന്താ? പേരെന്താ? എന്താ പാർട്ടി? സൗത്തിന്റെ ഹെൽപ്പ് ഡെസ്ക്. അപ്പോൾ ബിജുവോട് പറയണം, ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് പഠിച്ച് പരിശോധിച്ച് അവരുടെ വീട്ടിൽ പോയി കണ്ടുപിടിച്ച് എന്താണ് പ്രശ്നം കണ്ടുപിടിച്ച് എനിക്ക് റിപ്പോർട്ട് വേണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ബിജു എന്നോട് പറയണം. ഓക്കെ, ഫോളോ അപ്പ് ചെയ്യണേ. നമസ്കാരം സാർ. എൻ്റെ പേര് അജിത് കുമാർ. ഞാൻ വയനാട് സ്വദേശി. വയനാട് റെയിൽവേ ആണ് എൻ്റെ കൺസേൺ ഇഷ്യൂ. സാറിനത് അറിയുന്ന കാര്യമാണ്. അപ്പോൾ സാറ് അത് ഇപ്പൊ നിലവിലൊരു വയനാട് ആക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു 3 എണ്ണമെങ്കിൽ തന്നെ വയനാട് ജനങ്ങൾക്ക് അവിടെയുള്ള ആൾക്കാർക്ക് അതിനെപ്പറ്റി ഒരു കാര്യങ്ങളും അറിയില്ല. പാർട്ടി അത് ഏറ്റെടുക്കണം. സാർ അത് ഡ്രൈവ് ചെയ്യണം. പ്രശാന്ത് മലവിലുമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് സാർ. സെക്കൻഡ് തിങ് ഈസ് മാനിഫെസ്റ്റോ ഫയൽ ട്രിവാൻഡ്രത്തുള്ളൊരു രാജീവ് സർ എന്ന് പറഞ്ഞ ഒരാൾ ഒരു ഇൻവെൻഷൻ നടത്തി. എന്ന് വെച്ചാൽ ലോ ഓഫ് കൺസർവേഷന്റെ ഒരു പാർട്ടാണ്. എന്ന് വെച്ചാൽ എനർജീനെ ഡിസ്ട്രോയ് ചെയ്തു അവിടെ ഒരു ഡിവൈസ് ഉണ്ടാക്കിയതിന്റെ പേര് സബ് പ്രൊഡക്ഷൻ ഡിവൈസ് എന്നാണ്. സാറിന് അറിയാമായിരിക്കും. ഇതിന് എർത്ത് ഇല്ലാതെ പിന്നെ വേട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരേ യൂണിക് പ്രൊഡക്റ്റാണ് ഇത്. അദാനിലെല്ലാം കൊടുത്ത് അത് വർക്ക് ചെയ്യുന്ന ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളാണ്. ഇതൊരു പ്രൊഡക്റ്റാണ്, ബിസിനസ് ഉണ്ട്. റെയിൽവേയിൽ നമ്മൾ സംസാരിക്കും സാർ. ഇതല്ല ഇതെന്ന് വെച്ചാൽ ഒന്ന് ഇതിന്റെ സ്കെയിലപ്പിന് വേണ്ടിയുള്ള ഒരു പിന്നെ എന്തെങ്കിലും ഇലക്ഷൻ ഒന്ന് സാർ. രണ്ടാമത്തെ പോകാൻ തന്നില്ല. ഇദ്ദേഹം ഈ എനർജി മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞിട്ടുള്ള വേറൊരു ഡെവലപ്മെന്റ് അതിനകത്ത് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ CMന്റെ പരിഗണന നിൽക്കുന്ന ഒരു വിഷയമാണ്. സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ലീഡ് ചെയ്യുന്നത്. അതിനെ അസ്പെയിൽ ചെയ്യാനും അടുത്ത ലെവലിലേക്ക് പോകാനായിട്ടും കൂടെ സാറിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് വേണം. ഏപ്രിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാം. തീർച്ചയായിട്ടും സാറിന്റെ കോൾ ഞാൻ ഇത് വെച്ചോളൂ. ഏപ്രിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഇതുപോലെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. അതെ, ശരി. ഓക്കെ, താങ്ക് യു. വയസ്സായ അമ്മമാരെ ഒന്ന് വിളിച്ചോളാം ആദ്യം. അവര് നമസ്കാരം. എന്തോ എന്താ പറയാ? അനന്തപുരം ബാങ്കിൽ നിന്ന് അമ്മ മോളെ കല്യാണം വേണ്ടി ലോൺ എടുത്തത് മൊത്തത്തിൽ 4.5 ലക്ഷം രൂപ കൊടുത്തു. ഇപ്പൊ അവര് ഞാൻ പോയി മാനേജറെ കണ്ട് സെക്രട്ടറിയെ കണ്ട് സംസാരിച്ചായിരുന്നു. വിദ്യാഭ്യാസ പോറാണ്, മത്സ്യത്തൊഴിലാളിയാണ്, മരിച്ചു. ലോൺ എടുത്ത അത് മരിച്ചു. ശരി. അമ്മയാണ് ഇപ്പം ചെറിയ പണിയൊക്കെ ചെയ്താണ് കാര്യം നടന്നത്. 2 പെൺകുട്ടികളാണ്. അപ്പൊ കല്യാണം കഴിച്ചു വിടാൻ വേണ്ടി എടുത്ത ലോണാണ്. അപ്പൊ ഞാൻ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞാൽ 14,83,554 രൂപ അടച്ചേ പറ്റുള്ളതാണ് പറയണത്. എടുത്തത് 4.5 ലക്ഷം രൂപ. ആരാണ് ബാങ്ക് ചെയ്താ? അനന്തപുരം ബാങ്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ സെക്രട്ടറിയെ പോയി കണ്ടു, മാനേജറിനെ കണ്ടു. അപ്പൊ സെക്രട്ടറിയെ കണ്ട് സംസാരിച്ചു. സെക്രട്ടറി പറഞ്ഞു 10,50,50,000 രൂപ അടച്ചാൽ ഫൈനൽ സെറ്റിൽമെന്റ് നടത്താമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെയാണ് ഈ അടയ്ക്കാൻ പറ്റാത്ത രീതിയിൽ അവരിയ്ക്കുകയാണ്. മുതലെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അവർ അടയ്ക്കും. എന്തെങ്കിലും ഇത് വെച്ചിട്ടുണ്ടോ? കൊലാട്രൽ വെച്ചിട്ടുണ്ടോ? പട്ടയം, വീടിന്റെ പട്ടയം കൊടുത്തു. വീടിന്റെ പട്ടയം വെച്ചിട്ടുണ്ടോ? അടച്ചുകൊണ്ടിരുന്നതാണ്. ഹസ്ബൻഡ് മത്സ്യത്തൊഴിലാളിയായിരുന്നു. മരണപ്പെട്ടു പോയപ്പോഴത്തേക്ക് പിന്നെ അടയ്ക്കാൻ പറ്റാതെ വന്നതാണ്. എന്താ പേര്? ഇതിൽ എഴുതിയുണ്ടോ? എഴുതിയിട്ടുണ്ട് ചേട്ടാ. എവിടെ? നമ്പറെല്ലാം ഉണ്ടോ? അതാ. ശരി, സംസാരിക്കാം. മുമ്പ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കേണ്ടതാണ്. അതൊന്നും നടന്നില്ല. ഞാൻ ഇന്ന് സംസാരിക്കാം. അല്ല, ഞാൻ സംസാരിക്കാം. ബാങ്ക് എൻ്റെ അല്ലല്ലോ. അല്ല, ഞാൻ സംസാരിക്കാം. ഞാൻ പറയാം. ഒരു കേസ് കൃത്യമായി നോക്കണം. എന്നിട്ട് അവർ വിളിക്കും. എന്നിട്ട് വിളിച്ചിട്ട് നിങ്ങൾ ഇന്ന് സെറ്റിൽ ചെയ്യാം. ഞാൻ സംസാരിക്കാം. 100% ഉറപ്പായിട്ട് ഞാൻ സംസാരിക്കാം.
ഓക്കെ. എത്ര കൊല്ലമായി ഈ ലോൺ എടുത്തിട്ട്? 2014 ഓ 10 കൊല്ലമായി അല്ലേ? ശരി. അവര് പലിശയും കൂട്ടുപലിശയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. മുതലടയ്ക്കാന്ന് പറഞ്ഞിട്ട് അവരെന്ന് വെച്ചാൽ ആള് പോയാൽ നമുക്ക് പ്രശ്നമില്ല, അത് കാർഡുള്ള അടച്ചു കൊടുക്കാന്ന് പറയുന്നത്. ശരി, ഞാൻ നോക്കട്ടെ. ഓക്കെ, നമസ്കാരം. എന്തോ എന്റെ ചേട്ട് 20 വർഷത്തോളം പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അതൊന്നും ഞാൻ പറയുന്നില്ല. എന്ത് സീറ്റോ? അല്ല, ചേട്ടൻ ബിജെപിയിൽ പ്രവർത്തിച്ച ആളാണ്. അപ്പൊ ഇവിടെ ഇല്ല, ഞാൻ പുറത്താണ്. ഞങ്ങള് 21 കാനറ ബാങ്കിൽ ലോൺ എടുത്തായിരുന്നു. 4 സെന്റും അതിലൊരു വീട് വെക്കുന്നു. അവരുടെ ആഗ്രഹമായിരുന്നു വീട്. എവിടെയത്? കടയ്ക്കൽ ദേവീക്ഷേത്രത്തിനടുത്ത്. ചേട്ടന് നാട് നന്ദൻകോട്. അപ്പോൾ ചേട്ടന് അവിടെ വെച്ച് ആക്സിഡന്റ് ആവുകയും അതിനെ തുടർന്ന് പിന്നെ ഇങ്ങാട്ട് നമുക്ക് പ്രശ്നങ്ങളാണ്. ബാങ്കിൽ ഇത് നമുക്ക് അടയ്ക്കാൻ പറ്റാണ്ടായി. നമ്മൾ 10-14 വർഷത്തോളം അടച്ചു. പക്ഷെ അതിൽ 21 എടുത്തത്. 2021 എടുത്തത്. 2021 ഞങ്ങൾ ലോൺ എടുക്കുന്നത്. പക്ഷെ അതിനുശേഷം എൻ്റെ അച്ഛനും സുഖമില്ലാണ്ടായി, ചേട്ടനും സുഖമില്ലാണ്ടായി. പിന്നെ നമുക്ക് അടയ്ക്കാൻ പറ്റാണ്ടായി. കൃത്യം അടച്ചു വരുന്നതായിരുന്നു. പിന്നെ ഈ ഒരു വർഷവും ഒരു 11 ദിവസം കൊണ്ടായി ഞങ്ങൾ അടയ്ക്കാൻ പുറത്തായി. നമുക്ക് പിന്നെ ചൊല്ലി ബാങ്കിൽ നിന്ന് നമ്മളെ വീട്ടിൽ വരികയും അതൊക്കെ ആയിട്ട് അത് മെന്റലി ഡിപ്രഷനാണ്. ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. എല്ലാ രേഖകളും ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ എന്താണ് എമൗണ്ട്? എന്താ 48 ലക്ഷത്തോളം ഉണ്ട് സാർ. ഇപ്പോഴും 48 ലക്ഷം ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. നമ്മൾ ഇത്രയും 16 അടച്ചിട്ടും അതിൽ മുതലിലൊന്നും പോകത്തില്ലല്ലോ. അപ്പൊ അവരെ കുട്ടിയല്ല ഞങ്ങൾക്ക്. അല്ല, അപ്പൊ ഞാൻ എന്താ ചോദിക്കേണ്ടത്? സാർ, ഞങ്ങൾക്ക് ഇനി ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. കാരണം എൻ്റെ അച്ഛൻ്റെ കുടുംബ വസ്തു ഒരു 10 സെന്റ് വീടും ഉണ്ട്. അത് ഞങ്ങളിപ്പോൾ ഒരു ചാരിറ്റി പ്രവർത്തകര് ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് അത് അങ്ങോട്ട് ഏറ്റെടുത്തുകൊണ്ട് ഈ 11ഓളം കുടുംബങ്ങൾ BMTV ന്യൂസ് ചാനൽ അവരോടും കൂടെ പ്രവർത്തിക്കുന്നതാണ്. 11ഓളം കുടുംബങ്ങൾ അവരുടെ ട്രസ്റ്റിന്റെ ഇതിൽ കുറച്ച് പിരിവെടുത്തുകൊണ്ട് കുറച്ച് പൈസ അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഇനിയിപ്പോൾ നടക്കൂലെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ എന്നാലും സാറൊരു ഞങ്ങൾക്ക് അടയ്ക്കൂല എന്ന് പറയുന്നില്ല. ഒരു 6 വർഷം സമയം കൊണ്ട് അതാണ് നമുക്ക് ആവശ്യം. നമുക്കൊരു സാവകാശം തരണം. നമ്മളിപ്പോ നോക്കതൊരു പേടി. 4 സെന്റ് വീടാണ് എപ്പോഴും. അതുകൊണ്ടാ ഡിപ്രഷൻ ആവണ്ട. ഞാൻ നോക്കാം, ഞാൻ സംസാരിക്കാം. കാനറ ബാങ്കോട് ഞാൻ സംസാരിക്കാം. ഇത് അപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ലോണിന് എങ്ങനെയെങ്കിലും 6 കൊല്ലം തരിക, അതേ സെക്യൂരിറ്റി കൊണ്ട്. ശരി, അതൊന്നും നമ്മൾ നോക്കാം. അത് അല്ല, അത് നടന്നില്ലെങ്കിൽ മറ്റൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഇവിടെ മുടക്കി കൊടുത്ത് 6 കൊല്ലം റീഫൈനാൻസ്. ഇത് NP ആണ്. കറക്റ്റ്, അത് കറക്റ്റാണ്. ശരി, ഞാൻ സംസാരിക്കട്ടെ. ഒന്ന് കാനറ ബാങ്ക് ഇത് സ്പെഷ്യൽ കേസാണ്. ഇത് കമ്പാഷനേറ്റ് ഗ്രൗണ്ട്സിൽ. ശരി, ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കാം. ചേട്ടാ, പറയൂ. എന്തോ ലോൺ അടയ്ക്കാൻ നമുക്ക് നിവൃത്തിയില്ലാതെ വരുന്നില്ല. അപ്പം ഹാർട്ട് പേഷ്യൻ്റ് ആയി ബോധകമായിട്ട് ചെന്നിട്ട് ജോലിക്കൊന്നും പോകില്ല. വേറെ ജോലിയില്ല, വേറെ എത്ര ലോൺ? എത്ര 8 ലക്ഷം എടുത്തത്. അവരിപ്പം 7,30,000 ആണ് പറഞ്ഞത് വന്നിരിക്കുന്നത്. ബാങ്ക് ഏതാ? ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്ക്, കേശവസാരം. ശരി, ഇതെല്ലാം അല്ല, ഞാൻ നോക്കാം, സംസാരിക്കാം, അവരോട് സംസാരിക്കാം. ഇതെല്ലാം ഗവൺമെന്റ് പിന്നീന്റെ കീഴിലല്ലല്ലോ വരുന്നത്. അവർ ഇളവ് കഴിഞ്ഞ അദാലത്തിലാണ് 5 ലക്ഷത്തെ ശിക്ഷ ഇളവ് ചെയ്തിട്ട് ഒരടത്തില്ലെങ്കിൽ ജപ്തി ചെയ്യുന്നത്. ഏതാ ജില്ല ഇത്? ജയനെ കണ്ടിട്ടോ? ഡെസിബിളിനെ കണ്ടോ? ശരി, ഞാൻ ജയനോടൊപ്പം സംസാരിച്ചിട്ട് എന്താണോ വഴി കണ്ടുപിടിക്കട്ടെ. നമ്മള്
കേശവസരം പാട്ട് 166 ആര് നമ്മുടെ അവിടെ കൗൺസിലർ കൗൺസിലർ ഇപ്പം കോൺഗ്രസ് ആണ് കൗൺസിലർ. അയാളൊന്നും ഞാനില്ല. നമ്മളിതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ശരി, ഞാൻ ജയനോട് സംസാരിക്കാം. എന്റെ കോപ്പറേറ്റ് ജയനൊന്ന് അയക്കുക. ജയൻ ഞാൻ നാളെ മറ്റന്നാൾ സംസാരിക്കാം. ഓക്കെ? അല്ല, ഞാൻ നോക്കാം. ഇനിയിപ്പോ ഞാൻ അല്ലല്ല സഹായിക്കാൻ 100% തയ്യാറാണ്. ഇപ്പൊ എന്ത് സഹായം, എങ്ങനത്തെ സഹായം, അതെല്ലാം ഒന്ന് സംസാരിക്കട്ടെ. ഞാനുണ്ട്, അത് പേടിക്കണ്ട. അങ്ങനെ വിട്ടുകൊടുക്കില്ല. എനിക്ക് സമയം തരും. ഇപ്പൊ ഇന്നലെ നമ്മൾ കാണുന്നത്, കുറച്ച് സമയം തരും. 1-2 ദിവസം ഞാൻ തരും. ഞാൻ പഠിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഈ മാസം അവസാനത്തെ അദാലത്ത് വെക്കുക. അപ്പോൾ തീരുമാനം എടുത്ത് ഫിക്സിങ് പഠിപ്പിക്കും. അതെല്ലാം അറിയാം, എനിക്കറിയാം. അതെല്ലാം അറിയാം എനിക്ക്. ഇനിയിപ്പോ ഞാൻ അവരോട് സംസാരിക്കട്ടെ. ഓക്കെ, ഞാൻ ജയനോട് സംസാരിക്കട്ടെ. എന്നിട്ട് ഞാൻ ഇവിടെ ടച്ചിലിരുന്നാൽ മതി. ആ രവിഎമ്മോ? ആ, ഓക്കെ, നമുക്ക് നോക്കാം. പിന്നെ ഈ ചികിത്സയുടെ റിപ്പോർട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇല്ല, അതില് വലിയ അറിയാൻ വേണ്ടി, കാരണം നമ്മൾ ചുമ്മാ ഒന്നും പറഞ്ഞ കാര്യമില്ല. ശരി, ഓക്കെ, നോക്കട്ടെ. ശരി, നെക്സ്റ്റ്. ആ, അദ്ദേഹത്തിന്റെ നമ്പർ. ഓ, നമസ്കാരം. നമസ്കാരം. എന്തോ നമ്മുടെ ഒരു പ്രവർത്തകൻ സൗദിയിലെ മരിച്ചു. ബോഡി കൊണ്ടുവരാൻ ഓ, എപ്പോഴാ മരിച്ചത്? എപ്പോഴാ? ആ, ഇത് പെട്ടെന്ന് പറയാം. പറയാം. ഇതാണ് എംബസിയോട് പറയാം. പെട്ടെന്ന് പറയാം. 100%. ഓക്കെ, ശരി. നമസ്കാരം. എന്താണ്? ഗ്യാസ് ഏജൻസിയുടെ വീട്ടിൽ കണക്ഷൻ കൊണ്ടുവരില്ലേ, അവർ ബില്ല് തരത്തില്ല. 862 ഉള്ളൂ. അവര് 950, 1000 രൂപ വാങ്ങിക്കും. ബില്ല് തരത്തേയില്ല. ഞാനങ്ങനെ സംസാരിച്ചു, മുടക്കി ബില്ല് വാങ്ങിച്ചിട്ട് എൻ്റെ 930 രൂപ വാങ്ങിച്ചു. ഞാൻ എന്നിട്ട് കമ്പനി ഇതാണോ ഏജൻസിയുടെ പേരാണോ? ബാങ്കിൽ എൻ്റെ ബുക്കിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഒക്കെ എൻ്റെ മകളുടെ കണക്ഷൻ ഇവര് ഇവിടുന്ന് മാറ്റി നേരെ കാട്ടക്കടയിൽ നോക്കാം, സംസാരിക്കാം. സാർ, എന്റെ കണക്ഷൻ മാറ്റിയിരിക്കുകയാണ് ഇവിടുന്ന്. ഭാരത് ഗ്യാസ് അല്ലേ? ഭാരത് ഗ്യാസ് എന്ന് പറഞ്ഞാൽ BBC അല്ലേ? എന്റെ അനുവാദമെല്ലാം എന്റെ കണക്ഷൻ മാറ്റിയിരിക്കുകയാണ്. അത് എഴുതിയില്ലേ? അതിൽ എഴുതിയിട്ടുള്ള രണ്ട് കണക്ഷൻ മാറ്റി എന്റെ മകളെ. എവിടെ വീട്? എവിടെ? വലിയർക്കല. ശരി, നോക്കാം. സാർ, അറിയാൻ പറ്റില്ലേ? നോക്കാം, സംസാരിക്കാം. 100%. എന്റെ കണക്ഷൻ തിരിച്ച് ഇവിടെ കിട്ടുന്നുണ്ട്. ശരി, നമസ്കാരം. ഞാൻ 6 മാസം മീഡിയൽ ലീഡറിൽ ആ പ്രോഗ്രാമിൽ പങ്കെടുത്തായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എന്താണത്? ഇതുവരെ കാണാനില്ല. ബാംഗ്ലൂരിൽ ഞാനൊരു ഫ്ലാറ്റ് 20 വർഷം മുമ്പേ രജിസ്റ്റർ ചെയ്ത് മേടിച്ചതാണ്. പക്ഷെ ആ മുസ്ലിം രോഗിയാണ്. അതിനുശേഷം പൊസഷൻ തരാതെ എന്നെ വട്ടം കളിക്കുകയാണ്. ഞാനിട്ട് വേറെയിലെ ട്രിബ്യൂണലിലും കൊടുത്തു, ആദ്യത്തെ ലോവറിലും കൊടുത്തു, ട്രിബ്യൂണലിലും കൊടുത്തു. പക്ഷെ അവർക്ക് അനുകൂലമായിട്ടാണ് ജഡ്ജ്മെന്റ് ഒക്കെ വരുന്നത്. അത് കാരണം എനിക്കൊരു പിടിവള്ളിയില്ല അത് വെച്ചിട്ട് മൂവ് ചെയ്യാനായിട്ട്. വേറെ ആക്ച്വലി ഭയങ്കര പ്രോബ്ലമാണ് കേട്ടോ. മീൻസ് നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ബയേഴ്സിന് ഒരു തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷനും കിട്ടുന്നില്ല. അവർ ലാൻഡ് ലോഡ്സ്. സതീഷോട് സംസാരിച്ചോ? ഇല്ല, സംസാരിച്ചില്ല. എനിക്ക് കോണ്ടാക്ട് ഇല്ല. അല്ല, ഈ വീട് എവിടെ? ബാംഗ്ലൂരിലല്ലേ? ബാംഗ്ലൂരിൽ സിംഗസാന്ദ്രാന്ന് പറഞ്ഞത്. സിംഗസാന്ദ്ര ആരാ വാങ്ങിച്ചത് വീട്? പിന്നെ അവിടെ ആരും അറിയില്ല? അവിടെ താമസിക്കുന്നില്ലേ? ഇല്ല, ഞാനിപ്പോ വെട്ടുവിട്ടവര് താമസം. പിന്നെ ഈ വീട് എന്തിനാ വാങ്ങിച്ചത്? വീട് അപ്പൊ അവിടെ ജോലി ആയിരുന്നോണ്ട് അപ്പോഴേ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിച്ചു. ഇൻവെസ്റ്റ്മെന്റ് താമസിക്കാൻ വേണ്ടി വാങ്ങിച്ചതാ. അപ്പൊ അത് കിട്ടിയില്ല. അത് 20 വർഷമായിട്ട് അവരിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്. തരുന്നില്ല, ശിക്ഷ തരുന്നില്ല. ഇത് നമ്മൾ സതീഷ് റെഡ്ഡിയോട് സംസാരിക്കണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്നിട്ട് അദ്ദേഹം ബാംഗ്ലൂർ പോയി സതീഷ് റെഡ്ഡിനെ പോയി കാണണം. സതീഷ് റെഡ്ഡി നല്ല ഞാൻ സംസാരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്പർ തരും. നിങ്ങൾ സമയം ഫിക്സ് ചെയ്യും. നിങ്ങൾ പോയി കാണും. 100% ഡൺ. ഞാൻ സതീഷോട് പറയാം. പറയാം. പേടിക്കണ്ട. നല്ല MLA ആണ് സതീഷ് റെഡ്ഡി. 4 വർഷം 4ാമത്തെ ടൈമായപ്പോ ശരി, ഓക്കെ, ശരി, സംസാരിക്കാം. ഓക്കെ, ഹെൽത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളൂ. നമസ്കാരം.
എന്തോ എന്താ പറയും കടബാധ്യതയാണ് 4 കുടുംബങ്ങളാണ് എനിക്കുള്ളത്. 3 പേരെ കെട്ടിച്ചു. കുറച്ച് കടബാധ്യതയുണ്ട്. എന്റെ വസ്തു ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഏത് ഗവൺമെന്റ്? സംസ്ഥാന ഗവൺമെന്റോ? യാതാനിയാണ് വരുന്നില്ല. ഇപ്പൊ കടപ്പുറത്തുള്ളവരുടെ യാതാനിക്ക് കൊടുക്കാൻ മനസ്സിലാക്കി. ഇല്ല, ഇതിലെന്താ ഇരിക്കുന്നത്? മനസ്സിലാകുന്നില്ല. ഓക്കെ, അതല്ല ഓക്കെ. എന്നിട്ട് വസ്തു യാതാനിയുടെ ഇതിന് കീഴിൽ കൊടുത്ത് എന്തൊന്ന് സഹായിക്കണമെന്ന്. എന്താണ് വസ്തു എന്ന് പറഞ്ഞാൽ? ഭൂമിയോ? വീടും സ്ഥലവും അത് വിൽക്കണമെന്നോ? അഡാനിക്കോ? അതിനാ അഡാനിക്ക് വിൽക്കുന്നത്? വേറെ ആരുമില്ലേ? നമ്മുടെ നാട്ടില് കൊടുത്തപ്പോ ആർക്കും വേണ്ടാന്ന്. ഇതെവിടെയാ സ്ഥലം? മീനിയം. എത്ര സെന്റാ? അപ്പൊ അത് വിറ്റ് ഈ കടം. പൂക്കാനൊക്കെ വരുന്നുണ്ട് കടത്ത്. അല്ല, ഈ അഡാനിക്ക് വിൽക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. വേറെ ആരും ഇല്ലേ വാങ്ങാൻ? അതെന്താ, വേറെ പ്രൈവറ്റ് പാർട്ടി ഒന്നുമില്ലേ? ഒരുപാട് പേരൊക്കെ തന്നു. അതെയാ? അല്ല, ഒന്ന് ബിജുവോട് പറയാ ആദ്യം. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ സഹായിക്കാൻ? ഞാനിപ്പോ എന്റെ ഡീറ്റെയിൽസ് എന്തെയുണ്ടോ ഞാൻ അടാണ്ട് സംസാരിക്കാം. പക്ഷെ അവര് ഈ ചെറിയ സ്ഥലം എന്തിനു വാങ്ങും? ഇപ്പൊ അവിടെ ഒരു ആശുപത്രി തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ? തൊട്ടടുത്തോ? അഡാനിന്റെ? അതെയാ? എന്നാ പിന്നെ ആരെങ്കിലും ഒന്ന് പോയി കണ്ട് പഠിച്ച് ഇത് ചെയ്യാൻ പറ്റും, ഇതായിരിക്കണം പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഞാൻ അഡാനിയോട് സംസാരിക്കാം. അത് ചെയ്യാം. ഓ, 100%. നമ്പറല്ലേ ഉണ്ടല്ലോ അല്ലേ? ടെലിഫോൺ നമ്പർ ഉണ്ടോ? എവിടെ? ഓ, വെരി ഗുഡ്. ഓക്കെ, ശരി. അവിടുത്തെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ഒരു ബിജു. ഒന്ന് ബിജുവിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞേ. ആ, ഇത് ബിസിനസ് ആയിരുന്നോ? സോഡ കമ്പനിയായിരുന്നു. സോഡ കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടി എന്താ എത്ര കടമുള്ളത്? 10 ലക്ഷം രൂപ എടുത്താൽ. അപ്പം മിഷാരി കംപ്ലൈൻ്റ് ആയി. കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്തു. അതിനുശേഷം 2.5 കൊല്ലം വരുമാനം ഒന്നുമില്ലാതെ ഞാൻ ഈ 16,500 SBI അടച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എനിക്കൊരു ആക്സിഡന്റ് കിട്ടി. കണ്ണിലെ സോഡ കുപ്പിയുടെ കോർപ്പ് വന്ന് അടിച്ച് കൃഷ്ണമണി കൂട്ടി. അരന്തൈ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിലായി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അക്കൗണ്ട് NB ആയി. അപ്പൊ എന്താ വേണ്ടത്? ഇപ്പൊ ഞാൻ ചെയ്യേണ്ടതെന്ന് സാർ, അതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സിഡി നമുക്ക് 2,84,000 രൂപ കിട്ടാറുണ്ട്. എവിടുന്ന്? ഈ KYC ഖാദി വില്ലേജ് ജസ്റ്റിസ്. ഈ ബാങ്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് കൺസ്യൂമർ കോർട്ട് കേസാണ്. അതുകൊണ്ട് കമ്പനി പ്രവർത്തിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ്. എവിടെ താമസിക്കുന്ന? എവിടെ? കൊട്ടാരക്കര. കോട്ടവട്ടം. അപ്പോ നമ്മള് അവിടെ കൊല്ലം പ്രസിഡന്റിനെ കണ്ടോ? പ്രസിഡന്റാണ്. ആര്? അതെ. ഓ, അത് മാത്രമല്ല, രാജിയോട് സംസാരിച്ചോ? സ്റ്റാർട്ടപ്പ് സെല്ലിന്റെ സ്റ്റാർട്ടപ്പ് സെല്ലിന്റെ ജില്ലാ കൺവീനറാണ്. ശരി, ഇനി വെച്ചോളൂ. അതേപോലെ എന്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് സാറിന് പറഞ്ഞോട്ട്. നെല്ലിക്ക കാന്താരി എന്ന് പറഞ്ഞിട്ട് ജനുവനായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഓ, സാറിന് വരാൻ വേണ്ടി നെല്ലിക്ക കാന്താരി കാണാൻ 4 മാസം കൊണ്ടേ നടക്കുക. ഒരു ഫോട്ടോ എടുത്തോ. എന്റെ ഒരു സ്പോൺസർഷിപ്പ് ആയിക്കോട്ടെ, എൻഡോസ്മെന്റ്. ശരി, ഓ സാർ, അതേപോലെ വേറെ പേര് പറയാനുള്ളത് ഇതിന് 40% GST. സോഡയാണ്. സോഡ എന്നുള്ളത് എഴുതി തരും, ലെറ്റർ എഴുതി തരും, കമ്മിയാക്കണം. ശരി. എന്താ പേര്? ഹരീഷ് കുമാർ. ഹരീഷ്. ഓക്കെ, ശരി ഹരീഷ്. തുടക്കക്കാരായ സംരംഭകർക്ക് ഈ 40% GST അടച്ച് ഇത് ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞേ. രാജിയോട് പറഞ്ഞ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, വരൂ. സാറേ, സബ്സിഡി കിട്ടാൻ വേണ്ടിയിട്ട് അല്ല, അതൊരു ലെറ്റർ ആയിട്ട് തരും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ലെറ്റർ തരൂ, എന്നിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യാം. ആ, ലെറ്റർ തരാം, ഡീറ്റെയിൽ തരണം. നമസ്കാരം. എന്തോ? ഓ, ശരി. ആ, കഴിഞ്ഞ ദിവസം കുമ്മനസ്വാമി കണ്ടിട്ടുണ്ടായിരുന്നു. ഓ,
മെഡിക്കൽ റിപ്പോർട്ട്സ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് റെഫറൻസ് ലെറ്റർ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓഫീസിൽ അപ്ഡേറ്റഡ് ആണ്, സിസ്റ്റത്തിൽ അപ്ഡേറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ റീഎംബേഴ്സ്മെന്റിന്റെ സപ്പോർട്ട് ആവുന്നുണ്ട്. റീഇംബേഴ്സ്മെന്റ് അല്ല സാർ, പിന്നെ ട്രീറ്റ്മെന്റ് സപ്പോർട്ടാണ്. ബ്രദർ രഞ്ജു എന്നാണ് പേര്. ബ്രദറിന്റെ പേരെന്താ? രഞ്ജു. ഇവരുടെ റിപ്പോർട്ടർ ജന്മഭൂമി. അതെയാ? ജന്മഭൂമി റിപ്പോർട്ടിൽ 12 വർഷം റിപ്പോർട്ടറായിരുന്നു. ഞങ്ങളുടെ നാട് വീടും ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ ആറ്റിങ്ങൽ സ്ഥലമാണ്. ഇപ്പോൾ ഒരു 6 years എറണാകുളം ആണ്. പെൻഡിന്റെ ട്രീറ്റ്മെന്റ്. ഞാൻ നോക്കട്ടെ, ഞാൻ രാജേട്ടനോട് സംസാരിക്കാം, കുഞ്ഞരാജോടും സംസാരിക്കാം. നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുന്നത് പറയാം. ഓക്കെ. അപ്പോൾ 10 വർഷമായിട്ട് അവൻ ജന്മഭൂമിയിലായിരുന്നു. ദെൻ BJP വർക്കറുമായിരുന്നു. ചെറിയ ഒരു പ്രായത്തിൽ ഈ ഒരു RSSന്റെ കൂടെയൊക്കെ നടന്നു. ഇൻഷുറൻസ് ഒന്നുമില്ലേ? ഹെൽത്ത് ഇൻഷുറൻസ്? അവൻ അത്രയും ഒരു സ്ട്രോങ് വർക്കറായ റിപ്പോർട്ടാണ്. പിന്നെ ബഹറിൽ ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോൾ മിനിസ്റ്റർ ഓഫീസിൽ ഈ ജോലി വിട്ട് അങ്ങോട്ട് പോയി. ഞാൻ MCA കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗോൾഡ് മെഡലിസ്റ്റുമാണ്. എന്താ പറയുക, മെഡിക്കൽ കോർഡറായിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. ഇത് അനീഷിന് കോപ്പി കൊടുക്കണം, കുമ്മനം രാജേട്ടന് കോപ്പി കൊടുക്കണം. എന്നിട്ട് അവർ ഇത് പെട്ടെന്ന് പഠിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് റെക്കമെൻഡേഷൻ എനിക്ക് തരണം. ഞാൻ പറയാം. ഒരു സുഹൃത്തിന്റെ പിതാവിന് വേണ്ടി കരം ദാനം ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ മനസ്സിലായി, വായിച്ചു അതൊന്നും മൊത്തം വായിച്ചു. ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നതിന് ഫുഡിനും മെഡിസിനും വേണ്ടിയിട്ടാണ്. ഈ റൈസ് ടു മീഡിങ് ആണ്. ഒരു പെപ്റ്റാമിൻ ഡയറ്റ് ഫുഡാണ് കൊടുക്കുന്നത്. നമുക്ക് ഒരു 2000 ആവും പെർ ഡേ. ഒരു ബോട്ടിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ആൾക്കാരെ മുന്നിൽ കഴിഞ്ഞിട്ടുള്ളത്. ശരി, 2-3 ദിവസം തരും, ഞാൻ പഠിക്കട്ടെ. ഓക്കെ, Yesterday night he called me in 2 weeks. അതെയോ? He not able to speak in proper way. But also he remember. ഞാൻ നോക്കാം. ശരി. നമസ്കാരം. എന്തോ എന്താ ലോണിന് എമൗണ്ട് എന്താ? 5 ലക്ഷം കൊടുത്തത്. പക്ഷേ 18 ലക്ഷം രൂപയാണ്. പിന്നെ മോനെ പഠിപ്പിക്കാനായിട്ട് നല്ല പഠിക്കുന്ന പഠിച്ചു. ഞാൻ നോക്കാം. ഈ ബാങ്കിനോടൊന്നും പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കില്ല. ഞാൻ സംസാരിക്കാം. എവിടെ താമസം? എവിടെ? അത് നിയമം. ജയനെ കണ്ടിട്ടുണ്ടോ? കരുമല ജയനെ കണ്ടോ? ജയനൊന്ന് കൊടുക്കണം. ഞാൻ നോക്കട്ടെ. സാമ്പത്തിക ഒരുപാട് പ്രശ്നത്തിലാണ്. പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവന് വേണ്ടി ബിടെക്കിന് പഠിക്കുകയാണ്. പൈപ്പത് കിട്ടുന്നുണ്ട് കോഴ്സ്. ഇത് ജയന് ഇന്ന് കൊടുക്കണേ. ജയനെ ഡിസ്കസ് ചെയ്യാം. ഞാൻ 2 ദിവസം തരും. ഓക്കെ. ഒന്ന് കരമന ജയനെ ഒന്ന് പോയി കാണണേ. ഡിസ്ട്രിക്ട് പ്രസിഡന്റാണ് കരമന ജയൻ. ഒന്ന് കണക്ട് ചെയ്തോളൂ. ഇവർ കണക്ട് ചെയ്ത് തരും. ജയന്റെ നമ്പർ തരും. കരമന ജയനൊന്ന് പോയി കാണുക. ഇത് ഇഷ്യൂ അവിടെയും പറയണം. നമസ്കാരം. ഇതൊന്ന് സുരേഷിനെ വിളിച്ച് ചോദിച്ചു. ഞാനിവിടെ ആൾക്കാർ ഇവിടെയാണോ വരാൻ പറ്റുന്നതെന്ന് സന്തോഷിയോട് പറയാനേ. ഏതാ ബാങ്ക്? കാനറ ബാങ്ക്. നോക്കാം. അത് ഞാൻ പറഞ്ഞൊന്നും അവർ കേൾക്കില്ല. പക്ഷെ ഞാൻ ട്രൈ ചെയ്യാം. പിന്നെ 100% ഞാൻ പറയാം. 77 തുടങ്ങിയ സീതാലക്ഷ്മി. അത് ശരി. ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അത് ശരി. അപ്പോൾ ഇവിടെ 77 തുടങ്ങിയപ്പോൾ കൊറോണ വന്നതിന് ശേഷം ബിസിനസ്സിൽ പോയി എടുത്ത ബോഡി അടയ്ക്കാൻ പറ്റാത്ത ബോഡി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ട്രീറ്റ്മെൻറ്റ്, ബ്രസ്റ്റ് ക്യാൻസർ, ഹെർട്ടോപോസിറ്റി, അതുപോലെ ശരീരം ഇഞ്ചക്ഷൻ, ഹെർക്കോളോൺ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ 50,000 rupees per year. അപ്പോൾ അത് ഒരു 30 വരെ ഇപ്പം അതുകൊണ്ടുള്ളൊരു സൈഡ് എഫക്റ്റ്. ഒരു ഇൻഷുറൻസ് ഒന്നുമില്ലേ? ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നുമില്ലേ? ആയുഷ്മാനൊന്നും ഇതിലിപ്പം വന്ന ലീഗൽ പ്രൊസീജിയർ അവർ പോയിരിക്കുക. ഞാൻ സംസാരിക്കട്ടെ. ഞാൻ സംസാരിക്കാം. ഇരിക്കുന്ന ഒരു വീടേ ഉള്ളൂ. എന്തോ? ഇരിക്കുന്ന ഒരു വീടേ ഉള്ളൂ. മനസ്സിലായി? അയ്യോ അതൊന്നും ചെയ്യല്ലേ. ഞാൻ എൻ്റെ ഡ്യൂട്ടി ആയിട്ട് ഞാൻ കൃത്യമായി ഞാൻ ചെയ്യാം, സംസാരിക്കാം. അവർക്ക് ഇതിപ്പം അവർ സൂപ്പർ ഫൈൽ ചെയ്യാനായിട്ട് കൊടുക്കാൻ പോകുന്ന ഞാൻ സംസാരിക്കട്ടെ. എന്നിട്ട് ഇവർ നമ്പർ എടുത്താൽ മതി. എന്നിട്ട് ഫോളോ അപ്പ് 2 ദിവസം കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്യും. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ വിളിച്ചാൽ മതി. ഓ
അല്ല ഞാൻ എൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യാൻ പറ്റും 100% ചെയ്യും. 100 അല്ല 1000% ചെയ്യും. ഓ കേട്ടോ. ഈ കാനറ ബാങ്ക് എവിടുത്തെ കാനറ ബാങ്ക്? ചാലം. ശരി, സംസാരിച്ചു നോക്കട്ടെ. ഓക്കെ, എഴുതിയിട്ടുണ്ടല്ലോ അത്. ഞാൻ അതന്നെ പറയാം, തന്നെ പറയാം. ശരി. ഓ പിന്നെ ഓക്കെ. നമസ്കാരം. കുറച്ച് നേരമായിട്ട് ഇരിക്കുകയാണോ? എപ്പോൾ വന്നാ? കുറച്ച് സമയമല്ലേ? സോറി കേട്ടോ, ഞങ്ങളതൊരു തിരക്കായിരുന്നു, അതുകൊണ്ട്. ഓ ഇരിക്കും. PM ആവാസ് അല്ലേ? അപ്പൊ ബാക്കി ഇൻസ്റ്റാൾമെന്റ് കിട്ടിയിട്ടില്ല. ശരി, ഞാൻ നോക്കാം. 2 ദിവസം തരും. 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ വിളിക്കാം. ഇത് പെട്ടെന്ന് അർജന്റായിട്ട് ഇന്ന് തന്നെ PM ആവാസ് ഈ കേസ് എവിടെയാണ് സ്റ്റക്ക്, എങ്ങനെ സ്റ്റക്കായി, അതെങ്ങനെ റിലീസ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കണം. അർജന്റായിട്ട്. ഇത് എവിടെ? വീട് എവിടെ? നെയ്യാറ്റിൻകര. ശരി, ഞാൻ നോക്കട്ടെ. അവിടെ പോയോ? ഓ ആരെ? മോളെന്ന് പറഞ്ഞാൽ ഓ മോള്. ആ എനിക്ക് 2 ദിവസം തരും. ഇത് ബിജുവിനറിയോ? അല്ല, ഇത് എവിടെയാ സ്റ്റക്ക്? ഈ കാശ് ഒന്ന് കണ്ടുപിടിക്കണം. അല്ലല്ല, ഈ അവിടെയാണ് സ്റ്റക്ക്. ശരി, ഇത് ഫോളോ അപ്പ് ചെയ്തിട്ട് ബിജു നാളെ എൻ്റെ ഒപ്പം സംസാരിച്ചിട്ട് എനിക്കൊരു അപ്ഡേറ്റ് വേണം. എവിടെയാണ്, എന്നിട്ട് എവിടെ ഞാൻ സംസാരിക്കേണ്ടത്? ഡൽഹി സംസാരിക്കണോ, എവിടെ സംസാരിക്കണോ, എന്ത് ചെയ്യണമെന്ന്? കാര്യണ്ട. ഇവിടെ വന്നല്ലോ. മതി, ഈ മോള് മതി, സഹായിക്കും. ഇനിയിപ്പോ 2 ദിവസം തരൂ. ഞങ്ങളെ കാര്യങ്ങൾ ചെയ്യട്ടെ. അതെ, നീതി മാത്രമല്ല, ഞങ്ങൾ അതിന് ശ്രമിക്കും. പേടിക്കണം. അങ്ങനെയൊന്നും ചെയ്യണ്ട. നമ്മള് ആൾക്കാരുണ്ടാകും. അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മള് BJP-ക്കാരുണ്ടല്ലോ അവിടെ സൗത്തിൽ. ഓക്കെ, ഞാൻ നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഉറപ്പ് തരുന്നു. ഞാൻ ഇതിനെ പിന്നിൽ ഉണ്ടാവും. അത് പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കും. ഓക്കെ. അവർക്ക് വോട്ട് കൊടുത്താൽ ഇതാണ് സ്ഥിതി. അതാണ് അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. എന്നിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ സത്യനെ വിളിക്കണം. അത് അല്ലെങ്കിൽ നിങ്ങളുടെ 2 ആളെ വിളിച്ച് എന്നിട്ട് അതിന്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് കൊടുക്കുക. ശരി ചേട്ടാ. ഇന്നോളൂ, ഇവിടുന്നോ. എന്തോ ലെറ്റർ തന്നായിരുന്നു, മിനിസ്റ്റർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് സാറ്. അതിന്റെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു മറുപടി കിട്ടി. ഇത് ജോബിനല്ലേ? അതെ, എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ മറുപടി കിട്ടി. അപ്പോ it has been examined and advised to senior DPO TVC that your case may be reviewed in terms of instruction contained in Railway Board letter dated so and so. എന്നിട്ട് അത് കഴിഞ്ഞ് എന്തായി? അവര് ലെറ്റർ തന്നിട്ട് വീണ്ടും റീമെഡിക്കൽ വെച്ചു. റീമെഡിക്കൽ കഴിഞ്ഞു. റീമെഡിക്കൽ January 17 ഇവിടെ പേട്ടയുടെ ഹോസ്പിറ്റലിൽ നടത്തി. അവിടെ നിന്ന് ഫർദർ ആയിട്ട് വേണമെന്ന് പറഞ്ഞ് പെരമ്പൂരിലേക്ക് അയച്ചു. അവിടെ അത് 27 വേണം റിട്ടേൺ ലെറ്റർ ഇവിടെ സബ്മിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ. അതിനുശേഷം ഇതുവരെ ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. ശരി, അപ്പൊ അത് ഫോളോ അപ്പ് ചെയ്യും അല്ലേ? അല്ല, അത് ഫോളോ അപ്പ് ചെയ്യണം. അതല്ലേ, അവിടുന്ന് വന്നല്ലോ, ഡൽഹിയിൽ നിന്ന് വന്നല്ലോ. ഇനിയിപ്പോ ഇവിടെ അത് ക്ലോസ് ചെയ്യണം. അതല്ലേ പറഞ്ഞു?
ഞാൻ സംസാരിക്കാം, DRMോട് സംസാരിക്കാം, അവരോട് സംസാരിക്കാം. ഇത് ചെയ്യണമെന്ന് ഞാൻ ഒരു വാശി പിടിക്കാം. പോരെ? ദാസേട്ടന് പറയാം, ഇത് ഫോളോ ചെയ്ത് ഇത് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഓക്കെ. അല്ല, ഇതിങ്ങനെ അവരുടെ ബ്യൂറോക്രസി അങ്ങനെ പിങ് പോങ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഫോളോ ചെയ്യാം. ഇവിടെ ഇവരൊപ്പം ഫോളോ അപ്പ് ചെയ്താൽ മതി. 2 ദിവസം കഴിഞ്ഞിട്ട്. അത് പോസിറ്റീവ് ആക്കണം. അതിനല്ലേ ഞങ്ങൾ ഇരിക്കുന്നത് ഇവിടെ. ഓക്കെ. എന്തോ എന്താ ഇരുന്നോളൂ. എന്തോ വീടില്ല എന്നാണോ? അത് ശരി. എവിടെയാ താമസം ഇപ്പൊ? എവിടെ? നാടെവിടെ? തമ്പാനൂരാ. ഇത് ജയൻ ഒന്ന് പോയി കാണണം. ജയൻ വിളിക്കണം, കാണണം. എന്നിട്ട് ജയൻ ഒരു പ്രപ്പോസൽ തരണം, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. കരമന ജയൻ ഒന്ന് പോയി കാണണം. ഇവര് പറയും. ഞങ്ങൾ ഡിസ്ട്രിക്ട് പ്രസിഡന്റാ, ജില്ലാ പ്രസിഡന്റ്. ഞങ്ങൾ നോക്കാം. ഓക്കെ, ഞങ്ങൾ നോക്കാം. വന്ന് കണ്ടല്ലോ. നടക്കും, പേടിക്കണ്ട. എല്ലാത്തിനും ഉണ്ട്. ഒറ്റയ്ക്കുള്ളതുകൊണ്ട് കഴിയില്ല. പിന്നെ ആരാ പറഞ്ഞു? അപ്പോഴവിടെ ഭരണാധികാരികൾ പിന്നെ ചേച്ചി പറഞ്ഞ കല്ലടി മുഖത്ത് ഇത് വൃത്ത സാധനമുണ്ട്, നിങ്ങൾ അവിടെ പേര് ആരുമില്ല. ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യാം. ഇവരെ ടച്ച് ചെയ്താൽ മതി. മനസ്സിലായി. അതും പോണ്ട. ശരി, ഞാൻ വീട്ടിൽ വരെ ചെയ്താലും നിങ്ങളിപ്പോ പേടിക്കണ്ട. കരമന ജയന് ചേച്ചിട്ട് കാണുക. എന്നിട്ട് ഒരു പ്രപ്പോസലായിട്ട് ഇങ്ങോട്ട് അയക്കാം. എന്താ ഈ ഗ്ലാസ് അല്ലേ? നമസ്കാരം. എന്തോ ഇന്നോളൂ. എന്താ? അയ്യോ, അവർ 9 ലക്ഷത്തോളം അടയ്ക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വേറെ ബാങ്കിൽ ലോൺ എടുക്കാൻ ചിലപ്പോൾ അവർ 5 ലക്ഷം രൂപ തരുമോ? അതാണ് പറ്റില്ല. ഞാൻ ചോദിച്ചു നോക്കാം. അത് ഞാൻ പറഞ്ഞൊന്നും കേൾക്കില്ല. ബാങ്കല്ലേ, ഞാൻ നോക്കാം, സംസാരിക്കാം. നമസ്കാരം. എന്താ സുരേഷ് പറഞ്ഞു? സന്ദീപ് എന്തോ എന്താ അത് പറയൂ. എന്താ വീടില്ലാന്നോ? ഓ, എവിടെയാ താമസം? ഓ, കൗൺസിലറിനെ കണ്ടിട്ടുണ്ടോ അവിടെ? ആരെയും നമ്മുടെ സുധീനെ കണ്ടിട്ടുണ്ടോ? ഒന്ന് കൗൺസിലർ വഴി ഒന്ന് വരൂ, കൗൺസിലറോട് സംസാരിക്കൂ. കൗൺസിലറും ഇത് ആറ്റുകാൽ വീടിന്റെ സ്ഥിതി ലക്ഷ്യമാണ്. സ്തുതിനോട് പറയണം, സ്തുതിനെ പോയി കാണണം. എന്നിട്ട് സ്തുതി വഴി ഒരു പ്രപ്പോസൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാം. ഓക്കെ, സ്തുതിനെ പോയി കാണണം. നമസ്കാരം. My name is Maria Jacob and my daughter Nikita. Take a seat. So we have this Ayurveda resort, Otsa, NABH accredited hospital now, right next to Adimala Shiva Temple in Chovara. Okay. Your properties are neighbor actually. Mine? Yeah. That is Niramaya. Okay. So we're just after this. Okay. And our concern is only this, Parmita. We just want to know to what distance the both birth will come up, sir. അത് എനിക്കും അറിയില്ല, ഭഗവാനും അറിയില്ല. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലേ തീരുമാനിക്കുന്നത്. Because all the disturbance that happens at night with the dumping of rubble and all our clients are international clients and they feel very disturbed with this heavy sound that happens through the night. And we just want to know what distance so that we can plan. I don't think anybody knows. Really, sir? Is there any? I have no clue because ഇതില് ഞാൻ എൻ്റെ കോമൺ സെൻസ് ഉപയോഗിക്കുകയാണ്. ഒന്ന്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ശരിക്കും പറയേണ്ടത്. They are the ones to say this is where this plan will end and start. Okay. But they are not.
So, in the absence of a clear-cut plan, a port can keep expanding. Okay, sir. That's the reality. That's the reality. അവിടെയൊക്കെ ഒത്തിരി റോക്സ് ആണ്. So they blast all those. No. There are many people, resort owners, who have come and complain. Yeah. But we can't do anything about it. Very little we can do about it. First of all, it's a private company. Yeah. Second of all, it's a contract awarded by state government. Now, if we were in government, we would take a look at it. We are not in government, unfortunately. In this election, hopefully, we will be in government. We'll see. We just want to know how much is going to affect our business. No, if you give me a note, I can forward it and get some response from Adani's on what their master plan is. Yeah. Have you written something like that? We can plan our operations. That's all. I can send this to... Okay. So, okay. So, basic point is Adani note over with a request that if you have any master plan, can you share it with the local tourism stakeholders? That is what Okay. That's a letter request. I think request here. 30 years we've been doing this business. Really? Yes, sir. And very successfully we are doing it. I'm proud to say that. Paying our taxes on time, all our laborers, local people, we are taking But care of it. port will disrupt tourism. That's a fact. So we'll have to change our agenda and we have to, we'll have to think because we are the only two ones. My husband passed away in 2008. I see. So now No, let us see. Let us see. I'll request them to call all of you all for meeting Yeah. and sit down and have a chat with them so that it's at least transparent. Yes, sir. ഈ വേഗം ഒപ്പേക്ക് ആവാൻ പാടില്ല. Others, sir. അത് ഞാൻ ഏറ്റു. And we know what's happening. Yeah, that's all, sir. Thank Nothing you. should come as a shock. Yeah, exactly, sir. So that we know where it's Okay, I will do that. I'll write to them and Satyan will follow up with them or Vinod will follow up with them and arrange a meeting with you. Adani will call a meeting with you and all of the other operators so that transparently they tell you about their plans. Yes, sir. We'll request them. Yeah, that's all. Done. Thank you, sir. It's so nice. Thank you. Thank you very Thank you. much. sir. All the best. Yeah, thank you so much, sir. അതൊന്ന് ഫോളോ ചെയ്യണേ. അത് 2-3 സ്ഥലത്ത് നിന്ന് കംപ്ലൈൻറ്റ് ഇടാം. പറയൂ. അനന്തപുരം ബാങ്കിൽ ശരി. നിങ്ങൾ ഇന്ന് 11ാമത്തെ അനന്തപുരി ബാങ്കിന്റെ കേസാണ്. ഞാൻ ചോദിക്കാം. അതെ. ഈ അനന്തപുരി ബാങ്കിന്റെ എല്ലാവരും ഫയലാക്കിയിട്ട് നമ്മൾ കരമന ജയനോട് പറഞ്ഞിട്ട് ഓരോരോ കേസ് ഒന്ന് പരിഹരിക്കണം എന്ന് ഞങ്ങളുടെ ഒരു ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യിപ്പിക്കണം. ഞാൻ നോക്കാം. ഓക്കെ, ശരി. അത് അങ്ങനെ അപ്രോച്ച് ചെയ്താൽ ബെറ്റർ അപ്രോച്ച്. നമസ്കാരം. പാരാമെഡിക്കൽ അസോസിയേഷന്റെ ആയിരക്കണക്കിന് പിള്ളേര് പാരാമെഡിക്കൽ പ്രകാശ് പറഞ്ഞു എന്നോട് പറഞ്ഞു. പ്രകാശ് ബാബു പറഞ്ഞു. അതിപ്പോ ഒരു വലിയൊരു വിഷയമാണ്. കാരണം ഓൾറെഡി ഗവൺമെന്റിന്റെ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ ഹെൽത്തിലൊക്കെ ഒത്തിരി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർക്കൊന്നും ഇപ്പം കേരളത്തിൽ ജോലി ചെയ്യുമ്പോൾ DMO ഇൻസ്പെക്ഷൻ വരിക, ഇത് നിയമവിരുദ്ധ പ്രോഗ്രാമാണ്. ആ രീതിയിലുള്ള കുട്ടികൾക്ക് ജോലി കിട്ടുന്നതിനും അതുപോലെ ASB വരുന്നുണ്ടല്ലോ, ആ രജിസ്ട്രേഷന്റെ കാര്യത്തിൽ ഈ BOF പ്രോഗ്രാം ഇതിന്റെ കോപ്പി നമ്മൾ ഹെൽത്ത് മിനിസ്ട്രിയും സ്കിൽ മിനിസ്ട്രിക്ക് അയക്കാം. അത് നമ്മൾ മാനിഫെസ്റ്റോ ഫയലിലിടാം. ഡൽഹി പോകുന്നുണ്ട്. അവിടെ നമ്മൾ എന്തെങ്കിലും വേദന നമ്മുടെ മിനിസ്ട്രിയിലും എല്ലാം സാറൊന്ന് ഞങ്ങളവിടെ ഡയറക്റ്റ് പോയിട്ടൊന്ന് ഇത് പ്രസന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി പോകുന്നു. അല്ല, അവിടെ പോയിട്ട് പ്രസന്റ് ചെയ്താൽ വലിയ ഗുണമൊന്നും കിട്ടില്ല. കാരണം നിങ്ങൾ 1,77,000 ആളായിരിക്കും. ഇവിടുന്ന് പോയതായിരിക്കും ബെസ്റ്റ്. അല്ല സാറേ, അതൊക്കെ ഇവിടുന്ന് ഞങ്ങൾ മുമ്പേ കൊടുത്തുവിടാം. അല്ല, ഒരു റൈറ്റ് ടൈമിന് അവിടെ പോയിട്ട് ഒരു പ്രസന്റേഷൻ ചെയ്യണം. അത് അവര് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് അവരെ പറഞ്ഞ് ബ്രീഫ് ചെയ്തിട്ട് അവർ വിളിക്കുക. അതായിരിക്കും ബെസ്റ്റ്. ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ നോക്കട്ടെ. സാറുള്ള വിശ്വാസത്തിൽ ഞാൻ കുറേ പ്രോജക്ട് ചെയ്തിരുന്നു. ഡെവലപ്മെന്റ് പ്രോഗ്രാം GDA പോലുള്ള. പക്ഷെ ഇവർക്കൊന്നും ഇപ്പൊ നിയമപരമായിട്ട് ഇവിടെ ജോലി ചെയ്യാനുള്ളത് ഇപ്പോഴത്തെ പുതിയത് പ്രകാരം ഇവിടുത്തെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി ഇവരെന്ത് ചെയ്യുന്നുള്ളൂ, എടുക്കുന്നുണ്ട്. കുട്ടികൾ പറയാം ഇതൊന്നും വാല്യൂ ഇല്ല. അപ്പൊ കുട്ടികളെ ആകെ പാനിക്കാവും. നമ്മൾ കോളേജിൽ വരും. ശരി, ഞാൻ നോക്കട്ടെ. ഓക്കെ, അതെ, ഞാൻ നോക്കാം. സീരിയസ് ആയിട്ട് എടുക്കണം.
ഞാനിവിടെ ഇരിക്കുന്ന എല്ലാം സീരിയസ് ആയിട്ട് എടുക്കാം. ഞാൻ നോൺ സീരിയസ് ആളല്ല. അങ്ങനെ അത് മറ്റേ രാഷ്ട്രീയക്കാരായിരിക്കും, ഞാൻ അങ്ങനെയല്ല. ഓക്കെ, ശരി, താങ്ക് യു. നമസ്കാരം. കുറച്ച് സമയത്ത് ഇരിക്കുകയല്ലേ? എന്തോ എന്താ ഏത് ബാങ്കാ? കലിയൂർ സാറിൻ്റെ. ഇത് മറ്റ് അതും കലിയൂരിൻ്റെ 2-3 കേസുണ്ട്. ശരി, ഇത് വെച്ചോളൂ. ഇത് എനിക്ക് തരില്ല. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എഴുത്തും കൊണ്ടില്ല. ഒരു ഡീറ്റെയിൽസ് കലിയൂർ സഹകരണ ബാങ്കാണ്. അന്ന് ഡീറ്റെയിൽസ് ഇതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് ഇത് വയ്ക്കാം. നമ്മൾ സംസാരിക്കാം. ശരി, ഞാൻ സംസാരിക്കട്ടെ. എത്ര എന്താണ് കടം? എത്ര? ശരി, വെച്ചോളൂ, സംസാരിക്കാം. ശരി, നമസ്കാരം. പറയൂ. എൻ്റെ മകളെ സ്പീക്കറാകുന്നൊരു എഫിഷ്യൻസി ഉള്ള ആളാണ്. അപ്പോൾ ഇപ്പോൾ +2 പാസ്സായി. ഇപ്പോൾ വേറെ ചില കോഴ്സുകൾ പോയിക്കൊണ്ടിരിക്കുക. ഒരു ജോലിക്ക് ബുദ്ധിമുട്ട്. ഇപ്പോൾ 67% ഉണ്ട്. 67% സർട്ടിഫിക്കറ്റ് അപ്പോൾ റെയിൽവേയിലായിരുന്നു ഞാൻ ജോലി ചെയ്തത്. റെയിൽവേ ഡിവിഷണൽ ഓഫീസിലെ വേക്കൻസികൾ ഒരുപാടുണ്ട്. അവിടെ തള്ളി വരുന്നുണ്ട്. RRB വഴിയാണെന്ന് പറയുന്നു. എന്നാലും ഇതിന് പ്രത്യേക ഒരു പരിഗണന ഉണ്ടല്ലോ. ഈ 67% എബവ് ആണെങ്കിൽ ഒരു പരിഗണന അവിടെ DRM സംസാരിക്കാം. റിക്വസ്റ്റ് ടു DRM ഫോർ അണ്ടർ ഡിസബിലിറ്റി കോട്ട സം എംപ്ലോയ്മെന്റ് ഇൻ തിരുവനന്തപുരം അല്ലേ? അല്ലെങ്കിൽ റെയിൽവേ ഹോസ്പിറ്റലായാലും അല്ലെങ്കിൽ ഓർ റെയിൽവേ ഹോസ്പിറ്റൽ. ശരി, ഓഫീസ് ഒന്നും പറ്റത്തില്ല. പ്യൂൺ പോസ്റ്റ് അങ്ങനെയുള്ളത് പറ്റുള്ളൂ. പഠിത്തമായിട്ട് പുറകോട്ടാണ്. മനസ്സിലായി. ഓക്കെ, സംസാരിക്കാം. വരൂ. എന്തോ ഇരിക്കും. എത്ര മാസമായിട്ട് കിട്ടുന്നില്ല? 3 മാസമായിട്ട് പെൻഷൻ കിട്ടണില്ല. അതെന്താ? അത് അതിന് മുമ്പ് കിട്ടിയോ? ഇപ്പൊ റിക്വസ്റ്റ് മെനിങ്ങാന്നാണ് പറഞ്ഞത്. ഞാൻ 3 മാസം കൊണ്ട് ഇപ്പൊ നടക്കണേ. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാനാണ് പോകുന്നത്. അതെന്താ വെരി ഫണി? സിവിൽ എയർഫോഴ്സിലായിരുന്നു. സിവിൽ സത്യം നോക്കിയുള്ളത്. സത്യം ഫോളോ അപ്പ് ചെയ്യും. 3 മാസം മുമ്പ് വരെ കിട്ടിയായിരുന്നു പെൻഷൻ കിട്ടിയിരുന്നു. ഇപ്പൊ ഇതൊരു ഇന്നലെ DPOന്ന് ഒരു മറുപടി വന്നു. എന്ത്? ചെയ്യണമെന്ന് എനിക്കറിയില്ല. Due to non-availability of a marital status in Sparsh, now marital status has been updated. So the activation of account matter has been taken up with PCDA, Principal Controller of Defence Account. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. പിന്നെ ജോലിയിൽ 33 വർഷം ജോലി അച്ഛൻ മരിച്ചിട്ട് ഇതൊരിക്കലും എനിക്ക് ജോലി എടുത്തിട്ട് ഞാൻ സാറിനെ വിളിച്ചിരുന്നു. സാറ് തിരക്കായിരുന്നു. സാർ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? എന്ത് ജോലി? ഡിപ്പെൻഡൻസ് നോക്കാം. ലെറ്റർ അയക്കാം. ഒന്ന് അത് പഠിക്കും. സത്യം പഠിച്ചിട്ട് അത് അങ്ങനെ എൻറ്റൈറ്റിൽമെന്റ് എന്തെങ്കിലും എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ഞാൻ സ്ട്രോങ് ലെറ്റർ അയക്കാം ടു ഡിഫൻസ് മിനിസ്റ്റർ. ഓക്കെ, ശരി. ഫോട്ടോ കോപ്പി എടുത്ത് കൊടുത്താൽ മതി. ഓക്കെ, ശരി. നമസ്കാരം.
എന്തോ എൻ്റെ അച്ഛൻ പട്ടാളത്തിലായിരുന്നു. ഓ അച്ഛൻ മരിച്ചപ്പോൾ എൻ്റെ ഒരു സഹോദരിയുണ്ട്, മാനസിക രോഗിയാണ്. അപ്പോൾ ഈ ഞങ്ങൾ അവിടെ ലെറ്റർ അയച്ചപ്പോൾ ഇത്രയും രേഖകൾ അയച്ചു കൊടുക്കാൻ പറഞ്ഞു, എല്ലാം അയച്ചു കൊടുത്തു. പക്ഷേ ഒരു ടെൻഷൻ തന്നില്ല, എന്തരാണെന്ന് അറിഞ്ഞില്ല. ഒരു 199 സർട്ടിഫിക്കറ്റും രേഖകളും എല്ലാം അയച്ചു കൊടുത്തു. സത്യം ഫോളോ ചെയ്യും. ഇത് ഇവിടെ നേരത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ സാറിനെ കാണാം. ഓക്കെ, ശരി. നമസ്കാരം. നമസ്കാരം. സാറിന് ആദ്യം വന്നതിൻ്റെ കോപ്പിയാണ് ഇവിടെ കൊടുത്ത ഓഫീസിൽ. ഇപ്പം ഇതിപ്പോൾ ഏപ്രിൽ കഴിഞ്ഞിട്ട് ചെയ്യാം. അല്ല സാർ, ഞാൻ സാറിനെ ശ്രദ്ധപ്പെടുത്തുന്നത് 2024 നവംബറിൽ ഞാൻ PM പോർട്ടലിൽ അപ്ലൈ ചെയ്തു. ജനുവരി 8 2025 ജനുവരി 8 അത് നമ്മളെ കേരള ഗവൺമെന്റ് വേണ്ട നടപടി എടുക്കാൻ വേണ്ടി ഇവിടേക്ക് അയച്ചു. ഇത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തല്ലേ, മുമ്പ് ഡിസ്കസ് ചെയ്തല്ലേ? ഇല്ല, സാറിന് കണ്ടില്ല, ഞാൻ സാറിന് കാണാൻ വന്നതാണ്. 2025 ജനുവരിയിൽ കേരള പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ചു. അതിനുശേഷം ഇവിടെ ഇവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞാൻ നിരന്തരം ബന്ധപ്പെട്ടതിന് ശേഷം ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി ട്രാൻസ്പോർട്ട് കമ്മീഷനിൽ അയച്ചു. അവിടെ ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ടാക്കി. എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു. ഇത് നടപ്പിലാക്കാം. കാരണം PM ഈ ബസ് സേവ എന്നാണ് നല്ലൊരു സ്കീമാണ്. അങ്ങനെ അത് അവസാനം ഇപ്പം മെനയാന്ന് പറഞ്ഞ ഇതാണ് KSRTC മാത്രം പറഞ്ഞത്. എന്താ പറയുന്നത്? KSRTC മാത്രം അനുഭവിക്കാനാ തീരുമാനം. പക്ഷേ ഇതിന്റെ ഗൈഡ് ലൈൻസിൽ നമ്മൾ കോർപ്പറേഷൻ, പഞ്ചായത്ത് എല്ലാവരെയും തുടങ്ങാം. നമുക്ക് കേരളത്തിൽ ഇത് നല്ലൊരു സംവിധാനം. PM ഈ ബസ് സേവനം VV രാജേഷിനൊന്ന് പോയി കാണും. ഞാൻ കണ്ടോ? VV രാജേഷിനൊന്ന് സമയം കൊടുക്കാൻ പറയും. ഓക്കെ, ശരി. ഓക്കെ ഈ ഇലക്ഷൻ ഓക്കെ ഓക്കെ. നമസ്കാരം. നമസ്കാരം. എന്താണ് മോന്റെ ഒരു രസമാണ്. മോനെവിടെ? വിഴിഞ്ഞം പോർട്ടലുണ്ട്. അപ്പം അതെങ്കിൽ അങ്ങോട്ട് മാറാൻ പുള്ളിക്കാരൻ ജോയിസ്റ്റിക്കിൻ്റെയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡെലിവേഷനൊക്കെ നിൽക്കുകയാണ്. 3 വർഷം കഴിഞ്ഞു അവിടെ ജോലി തുടങ്ങി. എവിടെ ജോലി തുടങ്ങി? പെർമനന്റ് ആക്കണം. ശരി, ഒരു ലെറ്റർ അയക്കാം. അതെ അതെ, കറക്റ്റ്. അത് ശരിയാ, ഞാൻ പറയാം. കഴിഞ്ഞില്ലേ? എൻ്റെ പേര് മിഥുൻ കുമാർ എന്നാണ്. ഞാൻ തിരുമല ഏരിയ കമ്മിറ്റിയിൽ അംഗം കൂടെ കൂടിയിട്ടാണ്. എനിക്ക് തിരുമല ജംഗ്ഷനിൽ ഒരു CSC കോമൺ സർവീസ് സെൻ്റർ ഉണ്ട്. നിലവിൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തിരുമല ഏരിയ കമ്മിറ്റി പൂജപ്പുര, മുളവൻമുകൾ, പുന്നയ്ക്കാമുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ SIR വർക്കുകൾ നമ്മുടെ 1600 എണ്ണത്തോളം നിലവിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ പ്രധാനമന്ത്രിയുടെ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ഞാനതിൻ്റെ ഒരു ബെനിഫിഷ്യറിയാണ്. എനിക്ക് അങ്ങനെ ഒരു ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ആൻഡ് പ്രൊമോഷൻ കൗൺസിൽ വഴി എനിക്കൊരു സബ്സിഡി ബേസിലുള്ള PMEGP ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മറ്റുള്ള ആൾക്കാരോടൊന്ന് സംസാരിക്കത്തക്ക രീതിയിലും അതോടൊപ്പം തന്നെ എനിക്ക് ഒരു ഓഫീസുണ്ട്, ഒരു 6 പേര് സ്റ്റാഫായിട്ടുള്ളൊരു ഓഫീസുണ്ട്. അപ്പോൾ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഇപ്പം നിലവിൽ ആക്റ്റീവായിട്ട് ഞാൻ ലോണിൻ്റെ DPR വർക്കുകൾ, പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ. അപ്പോൾ ഒന്ന് സാങ്ഷനോട് കൂടി തന്നെ എനിക്ക് ബാക്കിയുള്ള മണ്ഡലം ബേസ് ആയിട്ടുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സംസാരിക്കത്തക്ക രീതിയിലും അതുപോലെ തന്നെ ഉള്ളൊരു ഒന്ന് ജയനോട് പറയാം. ഞാൻ എന്നെ ഒന്ന് കണ്ടിട്ടുണ്ട്, ജയനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന് കാണണം, സംസാരിക്കണം. കാരണം ജയനോട് സംസാരിക്കണം. എന്നെ കണ്ടെന്ന് പറഞ്ഞാൽ മതി. കോപ്പി എടുത്താൽ ഒറിജിനൽ നിങ്ങൾ വെച്ചോ. നമസ്കാരം. ഞാനൊരു പേപ്പർ എന്താണ്? HPCയുടെ പൈസ കിട്ടിയില്ല. അപ്പൊ ഇവിടെ നമ്മളെല്ലാവർക്കും വന്നു. പെൻഷൻ 3 പേർക്ക് മാത്രം വന്നിട്ടില്ല. HPC എന്ന് പറഞ്ഞാൽ അപ്പൊ സ്റ്റാഫുകൾക്കെല്ലാം വന്നു. പെൻഷൻ 3 പേർക്ക് കിട്ടാനുണ്ട്. അവർ പറഞ്ഞത് അത് അയച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. ഇതിന്റെ ചെറുതുള്ള ഓഫീസിലൊക്കെ എല്ലാവർക്കും വന്നു. പെൻഷൻ അവർക്കും വന്നു. അപ്പൊ അവരെ പറയുന്നത് മാർച്ച് കഴിഞ്ഞ കിട്ടാൻ പാടാണ്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പേപ്പർ കൊടുത്തപ്പം ഇവിടുത്തെ പേപ്പർ തന്നായിരുന്നു നമുക്ക് അന്വേഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ പൈസ വന്നപ്പോൾ നമുക്ക് വന്നിട്ടില്ല. ശരിപ്പിളക്ക് വന്നിട്ടില്ല. ഇവിടുന്ന് കൊടുത്തതിന്റെ മറുപടി ആയിരുന്നത് നമ്മളിവിടെ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ വന്നപ്പോൾ നമുക്ക് പൈസ വന്നില്ല. അതിന് താമസിച്ചാണ് അയച്ചെന്നൊന്നും അറിയത്തില്ല.
എല്ലാവർക്കും ഇവിടെ ചെക്ക് വന്നിപ്പോൾ. അല്ല HPCA ആസ് അപ്ലിക്കൽ ഹാസ് ബീൻ ഗ്രാന്റഡ് എന്നല്ല പറഞ്ഞു. അപ്പോൾ അന്വേഷിച്ചിട്ടുണ്ട് പുള്ളിക്ക്. പക്ഷെ പൈസ വന്നപ്പോൾ ഇപ്പോൾ വന്നിട്ടില്ല. പൈസ വന്നപ്പോൾ ഈ പുള്ളി 40% വികലാംഗനാണ്. അപ്പം ഇതിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട്. നമ്മൾ അവിടുത്തെ ആനുകൂല്യത്തിന് കൊടുത്തപ്പം പുള്ളിക്കാരി അവിടെ സിദ്ധ വരാൻ വേണ്ടി പുള്ളിക്കാരന് സിദ്ധയിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തത്. അപ്പൊ റിസർച്ച് ചെയ്തിട്ട് പിന്നെ മാറി. അപ്പൊ പുള്ളി സിദ്ധ വരുന്നതിന് അനുകൂലിച്ച് നിന്നുകൊണ്ട് അവിടുത്തെ ഐഡിക്കാന്ന് വിരോധമായിട്ട് അവർ ആരാണ്ട് ഒരു ഡോക്ടറെ കൂടെ ചെന്ന് കാണുമ്പോൾ രണ്ടാമത് വിട്ട് ഇത് 40% കുറപ്പിച്ചു മാറി. സത്യം ആനുകൂല്യം ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. ശരി ശരി. അറിയാം. അത് പിന്നെ ചെയ്യാം. ശരി. ഓ ഒരുമിച്ച് വരണ്ട. ഇനിയിപ്പോ കുറച്ച് ശരി. നമസ്കാരം. ഞാൻ ഫോളോ ചെയ്യാം. കണ്ടോ ആദ്യം വന്നിട്ടില്ലേ ഇവിടെ? ഇല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. അല്ല എന്താ ഇത് നോക്കണ്ടേ? ഓക്കെ നമ്മള് ശരി ഞാൻ നോക്കാം. ഓ സന്തോഷം. നമസ്കാരം. ഞാനൊരു 2 വർഷം കൊണ്ട് ഇവിടെ സത്യം സാറിനെ കാണുന്നുണ്ട്. എൻ്റെ മകൻ പൂനെയിൽ വെച്ച് മരിച്ചുപോയി. 3.5 വർഷമായിരുന്നു. ഒരു ഏരിയയിലേക്ക് എനിക്ക് തന്നില്ല പൂനെ. അവർ ഓഫീസ് ഇവിടുത്തെ ഓഫീസ് എല്ലാം എനിക്ക് വേണ്ടത് ചെയ്തെങ്കിലും അവർ ചെയ്തില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം സാറിനെയും സുരേഷ് ഗോപി സാറിനെയും കാണാൻ ശ്രമിച്ച് നടന്നില്ല. എന്താ ഇഷ്യൂ? എന്തായിരുന്നു? എവിടെ? ശരി. So insurance gap എന്ന് പറഞ്ഞാൽ between jobs. He was regular in the payments of the EPFO, the insurance contribution. But the amount was calculated based on the gap. Okay. So which should not have been done. She should have got about 8 lakh rupees, but she ended up getting only 14,000. From the EPFO? EPFO. So the gap was only 7 days between the change of job, but there was no gap in the payment of the premium. So then why? We had taken up the case. Time and again they are only responding saying that. ആരാണ് responding? EPFO. Through. അല്ല നമ്മൾ സംസാരിക്കാം. വിൽ ടോക്ക് ടു EPFO. ഐ ടോക്ക് ടു ദ മിനിസ്റ്റർ. ഇത് സ്ട്രോങ് ലെറ്റർ ആയിട്ട് ഡ്രാഫ്റ്റഡ് കെയർഫുള്ളി. എന്നിട്ട് നമുക്ക് മിനിസ്റ്റർ അയക്കണം. ദിസ് മസ്റ്റ് ബി ഡൺ എന്ന് പറഞ്ഞിട്ട് അയക്കണം. ഇത് കേസായി. ഇപ്പോൾ ഇവിടുത്തെ PFന്ന് മാക്സിമം ശ്രമിച്ചു. അവർ ലെറ്റർ അയച്ചു. ഇപ്പൊ ലോകദാനത്തിലെ കേസാണ്. 3 പ്രാവശ്യം അവർ ഹാജരായിട്ടില്ല. ഞാൻ സംസാരിക്കാം. മന്ത്രിയോട് സംസാരിക്കാം. ഇപ്പൊ ഞാൻ വന്നത് 3.5 വർഷമായിട്ട് എൻ്റെ മകൻ്റെ ഫോണും ലാപ്ടോപ്പും അവിടുത്തെ ഫോറൻസിക്കിലെന്ന് പറഞ്ഞവർ വെച്ചിട്ട് എനിക്ക് തരുന്നില്ല സാർ. ഞാൻ ഈ 3.5 വർഷം കൊണ്ട് ആ ഫോൺ ചാർജ് ചെയ്യുന്നോണ്ടിരിക്കുകയാണ്. എനിക്കത് ഭയങ്കര വാല്യൂ ആണ്. മോൻ്റെ അതെവിടെ? പൂനെയിലോ? എനിക്ക് മറാഠി അറിയില്ല, ഇംഗ്ലീഷ്. ഞങ്ങൾ ചെയ്യാം. ഞാനിവിടെ 2-3 മാസമായി. ഡീറ്റെയിൽസ് ഒന്നും എടുക്കുക. ഞാൻ അവിടെ ആരാണെങ്കിലും പൂനെയിൽ സംസാരിച്ചിട്ട് അത് റിലീസ് ചെയ്യണം പറഞ്ഞു. ഞാൻ പറയാം. ഇവിടെ കോർഡിനേറ്റ് ചെയ്താൽ മതി. ഞങ്ങൾ ചെയ്യാം. ഇനിയിപ്പോൾ കരയൊന്നും വേണ്ട. ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ. പൂനെയിൽ ആരാണ്, എവിടെയാണ്, അത് പോലീസാണോ? പോലീസോട് ഞാൻ സംസാരിക്കും. ഡയറക്റ്റായിട്ട് സംസാരിക്കും. ഡയറക്റ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഹോം മിനിസ്റ്ററോട് സംസാരിക്കാം. ഇത് ചെയ്തു കൊടുക്കണേ. ഓ നമസ്കാരം. എൻ്റെ പേര് തുളസി എന്നാണ്. ഞാൻ NLPയുടെ ജില്ലാ പ്രസിഡന്റാണ്. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി സാറിനെ കാണാൻ വേണ്ടി സമയം ചോദിച്ചിട്ടുണ്ട്. നാളെ മറ്റന്നാളായാലും അതൊന്ന് നമ്മൾ ANRനോട് സംസാരിക്കുക. ANRനോട് സംസാരിച്ചിട്ട് 7-ാം തീയതി ANR നമ്പർ കൊടുത്തോളൂ. ANR നല്ല നമ്മുടെ NDA വൈസ് ചെയർമാൻ, അദ്ദേഹം ഫൈനലൈസ് ചെയ്തിട്ട് നമുക്ക് മറ്റന്നാൾ കാണുകയാണെങ്കിൽ മറ്റന്നാൾ കാണാം. പഞ്ചായത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മറക്കില്ല. ശരി, വരൂ.
നമസ്കാരം. എന്തോ സർട്ടിഫിക്കറ്റ് തിരികെ കിട്ടുന്നതിന് വേണ്ടിയുള്ള സഹായം. എവിടുന്ന് സർട്ടിഫിക്കറ്റ്? ഞാൻ മധുരയിൽ അണ്ണ ഫാത്തിമ കോളേജിലാണ് പഠിച്ചത്. 2013-2016 ബാച്ചായിരുന്നു. ഞാനത് കോളേജിൽ നിന്ന് കോഴ്സ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അരിയറുണ്ടായിരുന്നു. ഡിഗ്രി സർട്ടിഫിക്കറ്റ് അരിയർ ഉണ്ടായിരുന്നു. അരിയർ 2019 ക്ലിയർ ചെയ്തു. ജോലിക്ക് പോയത് ഭാഗമാണ്. അപ്പം എനിക്ക് അരിയറെല്ലാം ക്ലിയർ ചെയ്തു. പക്ഷേ ഞങ്ങൾക്കൊരു 16 സ്റ്റുഡൻസിന് ഇന്റേണൽ മാർക്ക് കോളേജിൽ ആവശ്യമുള്ളതായിട്ടേക്കുന്നത്. അപ്പോൾ അത് പിന്നെ ഒരു 5ഓളം സ്റ്റുഡൻസിന് അത് കോളേജ് തന്നെ ക്ലിയർ ചെയ്ത് കൊടുത്തു. കോളേജിന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ആണ് പറഞ്ഞു. കോളേജ് ക്ലിയർ ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതെവിടെയാണ്? അണ്ണ ഫാത്തിമ കോളേജ് മധുരൈ തിരുമംഗലം. അപ്പോൾ ഇതിന്റെ ഓണർ നമ്മുടെ പിന്നെ BJP എക്കണോമിക്സിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ അതേപോലെ ഇപ്പം മധുരയിൽ കൗൺസിലറായിരുന്നു BJP MS ഷാൻ. നമ്മൾ സംസാരിക്കാം. നമ്പറുണ്ടോ? MS ഷാൻ നമ്പറുണ്ടോ? ഇല്ല, പുള്ളിയുടെ നമ്പറില്ല. സ്റ്റേറ്റ് സെക്രട്ടറി മധുരൈ അവിടുത്തെ BJP-കാരോട് സംസാരിക്കാം. തിരുമംഗലമാണ് സാർ കോളേജ്. എവിടെ? തിരുമംഗൽ. തിരുമംഗൽ. നമ്മൾ സ്വന്തം എന്താണ് നമുക്ക് കാര്യങ്ങളൊന്നും എഴുതിയിട്ടുള്ള ലെറ്റർ എഴുതരും. ഇപ്പൊ തന്നെ ഒന്ന് സത്യനോട് ഞാൻ സംസാരിക്കാം. അല്ല, ഇതൊന്ന് സന്ദീപിനോട് ചോദിച്ചു നോക്കാം. നമ്മൾ പ്രസ് കോൺഫറൻസ് എത്ര മണിക്കാണ്? ഓ, എന്താ ഇരിക്കും? സാർ, എൻ്റെ സ്വന്തം വീട് പാലക്കാടാണ്, മലമ്പുഴയാണ്. നമ്മുടെ സായിരാം ആദ്യം താമസിക്കും 4 വർഷമായിട്ട് അന്തർദേശത്ത് സ്പോർട്സിലൊക്കെ നമ്മുടെ പാരാളുണ്ട്. അപ്പോൾ തോക്ക് വാങ്ങാൻ എന്താ ചോദിക്കുന്നത്? എന്താ ചെറിയ ജോലിയാണ് സാർ. ഇപ്പോൾ വീട്ടിലെ അച്ഛനമ്മയൊക്കെ എനിക്ക് ശരി, നോക്കട്ടെ. സായിൽ എവിടെ നോക്കാം. ചോദിച്ചോ. സായിയോ ജോബ് ഞാൻ നോക്കാം. നമസ്കാരം. ഞാൻ രഞ്ജിത്ത്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അഴൂർ പഞ്ചായത്ത് മെമ്പർ, BJP പറഞ്ഞു. അഴൂർ. കുറച്ച് ദിവസമായിട്ട് ഞങ്ങളൊരു മോറാണ്ടം കൊടുത്ത് ജില്ലയുടെ സ്റ്റോപ്പ് ഒന്ന് പെരുങ്ങഴി സ്റ്റേഷനിലെ കൃഷ്ണാസ് ഇന്നലെ ലെറ്റർ കൃഷ്ണാസിയും കൊടുത്തു. നമുക്ക് അസംബ്ലി ഇലക്ഷൻ വരുന്നു, അത് ഫോളോ ചെയ്യാം. എല്ലാം 15-ാം തീയതി മുമ്പ് ചെയ്യും. ഓക്കെ. അതിന് മുതലെടുപ്പിന് CPM കോൺഗ്രസ്. എന്താ ഷോണിന്റെ പരാതി? എന്താ? ശരി, അങ്ങനെയല്ലേ? കറക്റ്റ്, അത് ശരിയാ, കറക്റ്റാ. നമസ്കാരം. പക്ഷെ ഞാൻ പരിഹരിക്കുന്ന പോലെ ചെയ്യണം, അതും ചെയ്യണം. ഇന്നാ പോരാ. നമസ്കാരം. നമസ്തേ. ഞാൻ ആചാര്യ ആലുവായിലാണ് വീട്. വിശ്വബ്രഹ്മ വിദ്യാപീഠത്തിന്റെ പരമാചാര്യനാണ്. അതുപിന്നെ അവകാശ സംരക്ഷണ ഫെഡറേഷന്റെ പ്രസിഡന്റുമാണ്. അദ്ദേഹം അവകാശ സംരക്ഷണ ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി സന്തോഷം. നമസ്കാരം. ഞങ്ങളിവിടുന്ന് 3 മണിക്കാണ് രാജ്യത്തും വരാൻ പറഞ്ഞു. ഈ സമയം നേരത്തെ വന്നേല്. അയ്യോ, ഇതില് വരേണ്ട ആവശ്യമില്ല. അത് സെപ്പറേറ്റ് മീറ്റിംഗ് അല്ല, ഇവിടെ വേണ്ട. ഞാൻ വിചാരിച്ചു ഇതെന്താ നിങ്ങൾ ഇവിടെ വന്ന്. അതല്ല, ഇവിടെ വേണ്ട. അത് മുകളിൽ ഇരുന്നാൽ മതി. ഒന്ന് രാജേട്ടൻ വന്നല്ലേ? അയ്യോ, ഇത് നമ്മളെ ജനങ്ങൾ കാണുന്ന. അത് രാജേട്ടനൊപ്പം വന്നാൽ മതി. ഇത് അയ്യോ എന്തിനാ ടോക്കൺ എടുക്കുന്നത്? അയ്യോ. എന്തോ എന്താ ഞാൻ സംസാരിക്കാം. അവരിപ്പോ ഞങ്ങളൊരു അറ്റംപ്റ്റ് നടത്താം. 100%. ഇന്നെ പോവും, ലെറ്റർ പോവും. സംസാരിക്കാം. കഴിഞ്ഞ നമസ്കാരം. പറയും. എന്താ മോൻ ലണ്ടനിലാണോ? എന്താ എന്താണ് ഇവിടെ എന്താ എഴുതിക്കണ? അപ്പൊ വീടെവിടെ? വീടുണ്ടോ? പിന്നെ എങ്ങനെ എവിടെ താമസിക്കുന്നത്?
ഭർത്താവുണ്ടോ? അപ്പൊ ഒറ്റയ്ക്കാണ് താമസം. ഇല്ല, എന്താ ഞാൻ ചെയ്യേണ്ടതെന്താ? ശരി, ഞാൻ നോക്കട്ടെ, പഠിച്ചിട്ട് ഞാൻ പറയാം. ഓക്കെ, ശരി. അമ്മ വരൂ. താമസം വർക്കലയാന്ന് പറഞ്ഞു. ശരി ശരി, ഞാൻ നോക്കട്ടെ. ഞാൻ പറയും. എന്തോ ഇരിക്കും. അജി. ആ ഇതാണ് ഇവിടെ. ഇത് ഇല്ല, ഇന്ന് വേറെ സമയമില്ല, എനിക്ക് തിരക്കാ. അത് അവിടെ ചോദിച്ചാൽ അല്ല അതല്ല, എനിക്ക് ഇന്ന് പറ്റില്ല. എനിക്കിപ്പോ സന്തോഷം. അല്ലല്ല, ഇന്ന് നടക്കില്ല. ഞാൻ കണ്ണൂർ പോവാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ സത്യന്റെ ഒപ്പം കോർഡിനേറ്റ് ചെയ്ത് സമയം ബ്ലോക്ക് ചെയ്തത്. ഇല്ല, നഷ്ടം അത് നഷ്ടം ഫലമൊന്നല്ല നോക്കിയിട്ടല്ലേ, ഞാൻ എന്റെ സമയം നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എല്ലാ മീറ്റിംഗ് നഷ്ടം നോക്കിയിട്ടല്ല ചെയ്യുന്നത്, മനസ്സിലായില്ലേ? നഷ്ടം ഫലം നോക്കിയിട്ടല്ല ചെയ്യുന്നത്. എന്താ? ശരി, മനസ്സിലായി. ഓക്കെ, ഞാൻ നോക്കാം, ഫോളോ ചെയ്യാം. നമസ്കാരം. അതെ, അല്ല, ആ മീറ്റിംഗ് രാജേട്ടനൊപ്പല്ലേ? രാജേന്ദ്രൻ ഗ്രൂപ്പ് കൊടുത്ത് പറഞ്ഞതല്ല, മാർച്ച് 18 സംഘം അത് പറഞ്ഞല്ലോ. അത് എന്നോട് രാജേട്ടൻ അത് കൃത്യമായി പറഞ്ഞിട്ടില്ല. അത് രാജേട്ടൻ വഴിയാണ് വരുന്നത്. ഞാൻ രാജേട്ടനോട് സംസാരിക്കാം. 18-ാം തീയതി നോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ കൺഫേം ചെയ്തിട്ടില്ല. കാരണം രാജേട്ടൻ സംസാരിച്ചിട്ടില്ല. രാജേട്ടനോട് സംസാരിക്കട്ടെ. ഞാൻ പറയാം, ഞാൻ ഉണ്ടെങ്കിൽ 100% വരില്ലേ? നാളെ ഇല്ല, ഞാൻ നാളെ കണ്ണൂരാണ്. ഇന്ന് ഞാൻ ഇപ്പൊ പോന്നു, ഉച്ചയ്ക്ക് പോന്നു, കണ്ണൂർ പോകും. നാളെ കണ്ണൂരാണ്. മറ്റന്നാ ഞാൻ മടങ്ങി വരും. പിന്നെ മറ്റന്നാ വൈകുന്നേരം പിന്നെയും പോവും. സത്യനോട്. ശരി, ഓക്കെ. നമസ്കാരം. നമസ്തേ. വരൂ. ഒരുമിച്ചാണോ എല്ലാവരും? ഓ, ഹെൽപ്പ് ഡെസ്ക്. ഓ, സോറി. നമ്മൾ കണ്ടല്ലോ ഒന്നും, എനിക്കറിയാം. അല്ല, അന്ന് അവര് കണ്ടോ? സുരേഷ് ജയനും കണ്ടില്ല. 4 ലക്ഷം രൂപ എനിക്ക് ധനത കൊണ്ട് അനുവദിച്ചു സാറ്. സ്പോർട്സ് മന്ത്രി ഞാൻ സൂറത്തിൽ പോയിരുന്നു. അപ്പൊ എനിക്ക് പോകാൻ വേണ്ടി അനുവദിച്ചു. പോയിട്ട് ഒരു മെഡൽ കൊണ്ടുവന്നപ്പോ. അല്ല, ഇത് മൊത്തം പേപ്പർ എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഫോർ ഐഡന്റിഫൈങ് ദ പേര്, വീടിന്റെ ആവശ്യമാണ്. നമ്മൾ ഞാൻ ഒരു പ്രമാണം കൊണ്ടൊന്ന് വീട് വെച്ച് 4 ലക്ഷം രൂപ അനുവദിച്ചത് കൊണ്ട് വാർത്തിട്ടു. അതെല്ലാം വരും സാറേ. എല്ലാവരും ഈ ഫോട്ടോ കണ്ടിട്ട് സാറിന്റെ ഫോട്ടോ കണ്ടിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആരാണ്? അല്ല, ഇതിന്റെ ഈ ഇഷ്യൂ ആദ്യം നോക്കാം, അത് പിന്നെ നോക്കാം. അത് 7-ാം തീയതി ചെയ്യാം, നോ ഇഷ്യൂ. പക്ഷെ ഈ പ്രശ്നം പരിഹരിക്കുന്നത്. വീട് ഞാൻ വാർത്തിട്ടു. എനിക്ക് മെയിൻ്റെനൻസ് ചെയ്യും. ഓക്കെ, വരൂ. എന്താ? നമ്മുടെ യൂണിയൻ ബാങ്കിൽ ഒരു വീട് ജപ്തിയായി അവരെടുത്തുകൊണ്ട് പോയി. നമ്മളെല്ലാവരും കൂടെ തിരികെ വാങ്ങിക്കൊടുത്തു. അത് ശരി, വെരി ഗുഡ്. ഓ, കടകടയാണ്. ഞാൻ ചോദിക്കാൻ. അത് ശരി. അപ്പോ വീട് ഓക്കെയാണ്? അപ്പോ 10 സെന്റ് വീട് ഉണ്ടായിരുന്നു, അതിനൊരു ഇറക്കി വിട്ട് ഇറക്കി വിട്ട് അങ്ങനെ വലിയ ഡീറ്റെയിൽസ് എടുക്കും, നമ്മൾ നോക്കാം. ശരി, ഫേസൽ. എന്തോ? അപ്പൊ നമ്മൾ എല്ലാ വർഷവും ജഗന്നാഥ രഥോത്സവം PMG ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്ന് പത്മനാഭ ക്ഷേത്രം വരെ ഉണ്ട്. ഇപ്രാവശ്യം ജൂലൈ 18-നാണ്. ജൂലൈ 18. അതെ, അത് നോട്ടീസിൽ വെക്കണമെങ്കിൽ സത്യനൊപ്പം കോർഡിനേറ്റ് ചെയ്തു. സത്യം പറയാം, എന്റെ സ്കെഡ്യൂൾ നോക്കിയിട്ട് ജൂലൈ 18 എനിക്ക് അറിയില്ല ഞാൻ എവിടെയാണ്. നോട്ടീസിൽ വെക്കാം. വെച്ചോളൂ, നോ ഇഷ്യൂസ്. ശരി, നമസ്കാരം. എടുത്തോളൂ. ഫോട്ടോ ഒരു ഫോട്ടോ എടുത്തോ. ഓക്കെ, ശരി.
എവിടെ ഇവിടെ നിൽക്കണോ? വന്നോളൂ വന്നോളൂ. ഈ ഇവിടെ വന്നോളൂ. അല്ലെങ്കിൽ ഈ ടേബിൾ ഉണ്ടോ കുറച്ചും? എന്നാ വന്നോളൂ. ഓക്കെ. എടുത്തോ. ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്യണം. വെരി ഗുഡ് സൂപ്പർ. നോക്കണം.